അഭയാർത്ഥികൾ ലോകത്തിൻ്റെ നൊമ്പരമാണ്. സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് അന്യദേശങ്ങളിൽ ചേക്കേറുന്നവരോട് ലോകം കരുണയും കരുതലും കാണിക്കേണ്ടതുണ്ട്. എന്നാൽ അന്യദേശങ്ങളിൽ ചേക്കേറുന്ന ഇക്കൂട്ടർ ആ ദേശത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, മതപരമായ മേഖലകളിൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ് എന്ന ആശങ്ക പരക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആശങ്കയുടെ വസ്തുതയെന്ത്? ഷെഖൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അഭയാർത്ഥികൾ അപകടകാരികളാകുന്നുവോ? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, ഹൈക്കോടതി മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറലും കേരള CBCI സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ, സാന്റാ മോണിക്ക പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറും എഴുത്തുകാരനുമായ ഡെന്നി തോമസ് വട്ടക്കുന്നേൽ, സാമൂഹിക പ്രവർത്തകൻ ശ്രീ ബെന്നി ജോസഫ്, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ശ്രീ അനിൽ കുമാർ അയ്യപ്പൻ. 5 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യത്തെ ചോദ്യം ശ്രീ ഡെന്നി തോമസ് വട്ടക്കുന്നേലിലേക്കാണ്. ഞങ്ങൾ അഭയാർത്ഥികൾ എന്ന പേരിൽ ഒരു പുസ്തകം രചിക്കുകയും ഈ വിഷയത്തിൽ വളരെ ആധികാരികമായി പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീ ഡെന്നി തോമസ്. എന്തുകൊണ്ടാണ് അഭയാർത്ഥികൾ ഈ രാഷ്ട്രങ്ങളിൽ ഉണ്ടാവുക? അതിൻ്റെ ഒരു സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയപരമായ പശ്ചാത്തലം എന്താണെന്ന് വിശദീകരിക്കാമോ? അഭയാർത്ഥികൾ, അതായത് ലോക UN റെഫ്യൂജി കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് 2019 ഏതാണ്ട് 7,20,00,000 അഭയാർത്ഥികളുണ്ട് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു ഞെട്ടിക്കുന്ന കണക്കാണ്. 7 കോടി ജനങ്ങൾ, അവർക്ക് പാസ്പോർട്ടില്ല, ഐഡൻറ്റിറ്റി കാർഡില്ല, അവർക്ക് യാതൊരു രേഖയില്ല. അവർ ജീവിക്കുന്ന എവിടെയാണോ ആ സ്ഥലത്ത് അവർ യാതൊരു അഡ്രസ്സുമില്ല. അവർ ഏത് രാജ്യക്കാരാണെന്ന് അവർക്ക് തന്നെ പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തകരപ്പാട്ടകളിലും അല്ലെങ്കിൽ ടെൻറ്റിൻ്റെ ഒക്കെ കൂനകളിലുമൊക്കെയാണ് പല ആൾക്കാരും ഇന്ന് ജീവിക്കുന്നത്. കാരണം അത്രയും ദുരിതപൂർണമായൊരു ജീവിതം ലോകത്ത് അനുഭവിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കൊറോണയൊക്കെ വന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഒരു കൊറോണ അല്ലെ COVID-19 രോഗം പിടിപെട്ടാൽ ആ ഒരു ക്യാമ്പ് മുഴുവൻ നശിക്കും. കാരണം അവിടെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും പലയിടത്തും കൊടുക്കാൻ സാധിക്കുന്നില്ല. അഭയാർത്ഥികളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ലോകമുണ്ടായ കാലം മുതലുള്ളതാണ്. ലോകത്തിൻ്റെ ആരംഭകാലം തൊട്ട് അന്നത്തെ ചരിത്രങ്ങളിലും എല്ലാം നോക്കുമ്പോഴും അറിയാം അന്നും പലായനങ്ങളുണ്ട്. അന്നത്തെ പലായനങ്ങളിൽ പ്രധാന കാരണങ്ങൾ ഈ വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ മുഖേനയായിരുന്നു. അതിനുശേഷം അറിയാം രാജ്യങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ, യുദ്ധങ്ങളുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടായത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ 2ാം ലോകമഹായുദ്ധവും 1ാം ലോകമഹായുദ്ധമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ സൃഷ്ടിച്ചത്. നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ചരിത്രം ഉറങ്ങുന്ന ഗ്രീക്കിൽ, ഇപ്പോൾ ഏതൻസിലാണ് അഭയാർത്ഥികളുടെ തുടക്കം. അല്ലെങ്കിൽ അഭയാർത്ഥികളെ ലോകം ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ഒരു രാജ്യം എന്ന നിലയിൽ ഗ്രീക്കിനെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. കാരണം ഏതൻസിൽ അഭയാർത്ഥികൾ എന്നല്ല പറയുന്നത്, അഭയസ്ഥാനം എന്നാണ് അവിടെ താമസിക്കാൻ കൊടുക്കുന്ന സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്. എത്ര പ്രശ്നത്തിൽപ്പെട്ട അഭയാർത്ഥികളാണെങ്കിൽ പോലും ഏതൻസിലെ അല്ലെങ്കിൽ ഗ്രീക്ക് രാജാക്കന്മാർ അവരെ സ്വീകരിച്ചിരുന്നു. കാരണം അവർ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കടമയെ കണ്ടത് ഗ്രീക്കിൽ അഭയാർത്ഥികളെ സ്വീകരിക്കുക എന്നുണ്ടായിരുന്നു. അതിനുശേഷം കാലങ്ങൾ കടന്നുപോയി, പല രാജ്യങ്ങളും പല ചരിത്രങ്ങളും ഉണ്ടായി. പക്ഷേ 2ാം ലോകമഹായുദ്ധകാലം 1ാം ലോകമഹായുദ്ധകാലമാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായത്. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാതെ യൂറോപ്പിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് ആൾക്കാർ പോയി. പക്ഷെ നമുക്ക് ഇന്ന് കാണാം, ഇന്ന് സിറിയയും റോഹിംഗ്യൻ മുസ്ലിംസും ഒക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 വർഷങ്ങൾ ആയി, അതായത് കൃത്യമായി പറഞ്ഞാൽ 2012 ശേഷമാണ് സിറിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായി. അപ്പോൾ ആൾക്കാർ കൂടുതൽ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അഭയാർത്ഥികൾ സിറിയയിൽ നിന്ന് പോയി? അവർക്കെല്ലാം യൂറോപ്പ് ഒരു കവാടമായി തുറന്നു കൊടുത്തു. യൂറോപ്പിലുള്ള വീടുകളിലെ ആൾക്കാർ തീർച്ചയായും അത് വളരെ വ്യക്തമാണ്. അതിലേക്ക് ഞാൻ വരാം. അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, ഷെവലിയാർ VC സെബാസ്റ്റ്യൻ, നമ്മൾ ഈ യൂറോപ്പിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ആ രാഷ്ട്രങ്ങളുടെ വിശാലമായ ഒരു കാഴ്ചപ്പാടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം യൂറോപ്പിലേക്ക് ഇത്രയധികം അഭയാർത്ഥികൾ കുടിയേറപ്പെട്ടത്. കഴിഞ്ഞ 5 വർഷത്തെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ഈ ഒരു പലായനത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിതിൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം വളരെ വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. എന്തെങ്കിലും ചുരുക്കി പറയാം. തീർച്ചയായും. പ്രിയപ്പെട്ട ഡെന്നി സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു.
പക്ഷെങ്കിൽ ഞാൻ ഇതിനെ 3 തലങ്ങളിലാണ് പ്രധാനമായിട്ടും കാണുന്നത്. അഭയാർത്ഥികൾ എന്നുള്ള ഒറ്റ തലത്തിൽ മാത്രമല്ല കുടിയേറ്റത്തെ കാണുന്നത്. കുടിയേറ്റം പ്രധാനമായിട്ടും 3 തലങ്ങളിലുള്ളത്. ഒന്ന് ലീഗൽ മൈഗ്രേഷൻ, 2 ഇല്ലീഗൽ മൈഗ്രേഷൻ, 3 റെഫ്യൂജീസ് അഭയാർത്ഥികൾ. ആ വാക്ക് തന്നെ മലയാള പദത്തിൽ തന്നെ അതിന്റെ അർത്ഥം വളരെ കൃത്യതയുള്ളതാണ്. അഭയം അർത്ഥിച്ച് എത്തിയവരെ. ഇതിന്റെ സാഹചര്യത്തെ കുറിച്ചും ഡെന്നി സൂചിപ്പിച്ചു, പ്രകൃതിക്ഷോഭം. പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ 5 പ്രത്യേക സാഹചര്യങ്ങളാണ് ഇതിൽ പരിഗണിക്കേണ്ടത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യപ്പെടുന്നതിന് പിന്നിൽ ഒന്ന് നിലവിലുണ്ടായിരുന്ന രാജ്യത്തിന്റെ പട്ടിണിയും ദാരിദ്ര്യവും ഒരു ഘടകമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ. രണ്ടാമത് പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റി, 3 പ്രകൃതിക്ഷോഭം, അതുപോലെയുള്ള മനുഷ്യന്റെ ശക്തിയിലും ബുദ്ധിയിലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഘടകങ്ങൾ, 3 ആഭ്യന്തര യുദ്ധം, പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡെന്നി പറഞ്ഞതുപോലെ. 5ാമത്തെ ഘടകത്തിലാണ് 2015 ശേഷം പ്രിയപ്പെട്ട നിതിൻ ചോദിച്ച ഇതിന്റെ ഉത്തരം ഇരിക്കുന്നത്: ഭീകര ആക്രമണങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അടുത്ത കാലങ്ങളിൽ ഉണ്ടായിരുന്ന അഭയാർത്ഥി പ്രവാഹത്തിന്റെ പിന്നിൽ ഒരു ആഗോള അജണ്ടയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഡോക്ടറേറ്റിന്റെ ആവശ്യമില്ല. സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ്. 2015 മുമ്പുള്ള ഒരു കാലഘട്ടം എടുക്കുവാണെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാകും. 2ാം ലോകമഹായുദ്ധം, 1ാം ലോകമഹായുദ്ധം, രാജ്യങ്ങളിലെ ഉള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ. പക്ഷേ അടുത്ത കാലങ്ങളിൽ 5 വർഷങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള അഭയാർത്ഥി പ്രഭാഗത്തിന്റെ പിന്നിലുള്ള കേന്ദ്രം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രവാഹത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഭീകര സംഘടനകളുടെ ലോകത്തുള്ള സ്വാധീനവും ഭീകര പ്രവർത്തനങ്ങളുമാണ് എന്ന് പറയുവാൻ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല, യാഥാർത്ഥ്യമാണ്. ആ ഒരു ഭാഗമാണ് കഴിഞ്ഞ നാളുകളിലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നടന്നിട്ടുള്ള അഭയാർത്ഥി പ്രഭാഗം. അത് പ്രധാനമായിട്ടും പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രയാണമാണ് ഉണ്ടായത്. ഇറാഖിൽ ഉണ്ടായ ഭീകര ആക്രമണത്തിലെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് മായാൻ സാധിക്കുമോ? ഇറാഖിലെ ജസീദ് എന്ന് പറഞ്ഞ ക്രൈസ്തവ വിഭാഗത്തെ കൊന്നു കുഴിച്ചുമൂടി, ജീവനോടെ കുഴിച്ചുമൂടിയ സംഭവങ്ങള്. അതിനുശേഷം അവിടെ നിന്നുള്ള ജനങ്ങളെ എല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യിച്ചു. ഇവിടെയും ബോധവും വിവരവുമുള്ള മനുഷ്യന്റെ മനസ്സിൽ ഉയരുന്ന ഒരു ചിന്തയുണ്ട്. ഇറാഖിന്റെ ഏറ്റവും തൊട്ടടുത്ത രാജ്യം എന്ന് പറയുന്നത് കുവൈറ്റ് ആണ്. പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് കുവൈറ്റ്. തൊട്ടിപ്പുറത്തുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയാണ്. ഈ രാജ്യങ്ങളിലേക്കൊന്നും, ഈ സമ്പന്ന രാഷ്ട്രങ്ങളിലേക്കൊന്നും അഭയാർത്ഥികള് പോയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായും 2ാം ഘട്ടത്തിൽ ഞാൻ തീർച്ചയായിട്ടും ആവശ്യത്തിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ, ഇവിടെ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ചർച്ച തുടങ്ങാം. എന്തുകൊണ്ടായിരിക്കും അഭയാർത്ഥി പ്രശ്നം വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്, ലോകത്തിൻ്റെ കരുണയും ഇടപെടലും കരുതലും വേണ്ട വിഷയമാണ്. എന്നിരുന്നാലും വളരെ സ്വാഭാവികമായിട്ട് ഉയരുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടായിരിക്കും അഭയാർത്ഥികൾ തൊട്ട് അടുത്തുള്ള അല്ലെങ്കിൽ വളരെ സമ്പന്നമായ രാഷ്ട്രങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കൃത്യമായി അവർ കുടിയേറപ്പെടുന്നതിന് എന്തായിരിക്കും അതിൻ്റെ കാരണം? ഈ അഭയാർത്ഥികളുടെ ചരിത്രം നോക്കിയാൽ അത് ലോകാരംഭം മുതലുള്ളതാണ്. എനിക്ക് ആദ്യമായി ഓർമ്മ വരുന്നത്, നാം എല്ലാവരും കേട്ടിരിക്കുമ്പോൾ ഹിജ്റ വർഷം, ഇസ്ലാമിക വർഷം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ ഒരു പലായനത്തിൽ നിന്നും തുടങ്ങിയതാണ്. മക്കയിൽ നിന്നും നിഷ്കാസിതരായ മുസ്ലിം സമൂഹം മദീനയിലേക്ക് പലായനം ചെയ്തതിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നതാണ് ഹിജ്റ എന്ന് പറയുന്നത്. ആ ഹിജ്റ ഒരു വർഷമായി ആരംഭിക്കാൻ തുടങ്ങി. ഞാൻ ഇത് ആമുഖമായി ചൂണ്ടിക്കാട്ടിയത്, ലോക ചരിത്രത്തിൽ ധാരാളം കാരണങ്ങൾ ഇവിടെ എൻ്റെ മുമ്പുള്ളവർ തന്നെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ അഭയാർത്ഥികൾ ഉണ്ടാകുന്നത് എന്ന്. അതിനർത്ഥം, മലയാളത്തിലെ അർത്ഥം തന്നെ അഭയം അർത്ഥിക്കുന്നവരാണ്, സഹായം അഭ്യർത്ഥിക്കുന്നവരെന്നാണ്. അങ്ങനെയുള്ള സഹായം അർഹിക്കുന്ന ഒരു വിഭാഗം ഇന്ന് പല കാരണങ്ങളാൽ, പണ്ട് ബെന്നി ചൂണ്ടിക്കാട്ടിയതുപോലെ, അതായത് ഇപ്പോൾ യുദ്ധങ്ങൾ മൂലമുണ്ടായിരുന്നു, പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടായി. പക്ഷേ ഇപ്പോൾ
ജാതിയുടെയും മതത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും പേരിലുള്ള പലായനങ്ങൾ നടക്കുന്നു. അപ്പോഴാണ് മനുഷ്യൻ്റെ ഏത് തരത്തിലുള്ള പലായനം ഉണ്ടായാലും മനുഷ്യത്വം എന്നുള്ളത് പരമപ്രധാനമാണ്. നമുക്കറിയാം, ഇന്ത്യയിലേക്ക് റോഹിംഗ്യയിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അവിടെ നിന്നുള്ള അഭയാർത്ഥികൾ പല സ്ഥലങ്ങളിലേക്ക് വന്നു. ഒരു മനുഷ്യൻ്റെ പേരിൽ ഇന്ന് പടക്കുന്ന പത്രങ്ങൾ നമ്മൾ വായിക്കുന്നത് ശരിയാണെങ്കിൽ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ അഭയാർത്ഥി കേന്ദ്രങ്ങൾ ഒരു മനുഷ്യത്വത്തോടു കൂടി കാണാൻ കഴിയാത്തതാണ്. അത്രമാത്രം ഒരു ഭയങ്കരമായ അന്തരീക്ഷത്തിലാണ് അവർ ജീവിക്കുന്നത്. അവിടെ രോഗത്തിന് പ്രതിരോധമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. പക്ഷേ ലോകത്ത് മനുഷ്യത്വം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മനുഷ്യൻ ഏത് ഭാഗത്തു നിന്നുള്ളവരാണെങ്കിലും അഭയാർത്ഥികൾക്ക് അർഹമായ അഭയം നൽകേണ്ടതാണ്. ആ കാര്യത്തിലാണ് നാം പ്രത്യേകമായി യൂറോപ്യൻ രാജ്യങ്ങളെ അഭിനന്ദിക്കേണ്ടത്. എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഈ പ്രവാഹം ഉണ്ടായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ പലപ്പോഴും അവരുടെ കഴിവിന് പരിമിതമായ കഴിവിൽ നിന്നുകൊണ്ട് ധാരാളം അഭയാർത്ഥികളെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശാലമായൊരു കാഴ്ചപ്പാടുള്ള രാഷ്ട്രമാണ്. ഇവിടെ പല സമൂഹത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ നയം തന്നെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവരെ സ്വീകരിക്കുകയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യുകയും എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമനിർമ്മാണം തന്നെ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. തീർച്ചയായും. എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇവർക്ക് സ്വീകരണം ഒരുക്കാത്തതും? യൂറോപ്യൻ രാജ്യങ്ങളാണല്ലോ നമ്മളിവിടെ പറയുമ്പം അഭയാർത്ഥികൾക്ക് സൗകര്യമില്ലെന്നൊക്കെയുള്ള ഒരു ആശയം അങ്ങ് പങ്കുവച്ചത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ ഉള്ള പരിമിതിക്കുള്ളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്കുള്ള സാധ്യത ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് വളരെ സമ്പന്നമായിട്ടുള്ള ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ഇവരെ സ്വീകരിക്കാത്തത് എന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കരുതാം? യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ചെയ്യുന്ന ആ മഹാസേവനത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും. അല്ലാതെ അവിടെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനല്ല. പക്ഷേ നിങ്ങളെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ ഈ പശ്ചിമേഷ്യ രാജ്യങ്ങളിലെ വളരെ സമ്പന്നമായ രാഷ്ട്രം എന്ന് കരുതുന്ന പല രാഷ്ട്രങ്ങളും ഇതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടതാണ്. ഞാൻ പ്രധാനമായും കാണുന്നത് സ്ഥലപരിമിതിയാണ്. പക്ഷേ സ്ഥലപരിമിതിയാണെങ്കിൽ തന്നെയും ആ സ്ഥലപരിമിതി മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ ഒരു കാരണമല്ല. അവരെ ഇത്തരം തരത്തിലുള്ള ഈ ഒരു സമീപ രാജ്യങ്ങളിൽ നിന്നും നിഷ്കാസിതരായിട്ടോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്താലോ അല്ലെങ്കിൽ ഭീകരാക്രമണത്താലോ നിഷ്കാസിതരായി പുറത്തേക്ക് പോകാൻ നിർബന്ധിതരായി വരുന്നവരെ സ്വീകരിക്കാനുള്ള സജ്ജീകരണങ്ങൾ വാസ്തവത്തിൽ അവരുടെ നേതൃത്വത്തിൽ ചെയ്യാനുള്ള എല്ലാ സാമ്പത്തിക സൗകര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ അത് എന്തുകൊണ്ട് അവർ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്, മനസാക്ഷിയുടെ പ്രശ്നമാണ്. ഇങ്ങനെ ഈ യാതനകളും വേദനകളും അനുഭവിച്ച് ബോട്ടിലും വള്ളങ്ങളിലും കപ്പലുകളിലും ഒക്കെയായി നടന്നും പാലായനം ചെയ്തു വരുന്നവർ അവർക്ക് അഭയം, അവർക്ക് ജീവിക്കാനുള്ള ഒരവസരം നൽകുക എന്നുള്ളത് മനുഷ്യത്വത്തിൻ്റെ പേരിലുള്ള മിനിമം സ്വാതന്ത്ര്യമാണ്. അത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൾഫ് രാജ്യങ്ങളും ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ വന്നിട്ട് നിഷ്കാസിതരാകുന്നു എന്ന് ഇതുവരെ നമ്മുടെ വാർത്ത കേട്ടിട്ടില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ പോകുന്നില്ല എന്നതിൽ ഉൾപ്പെടെയായിട്ട് അവർക്ക് അങ്ങനെ ഒരു പോളിസി അവർക്ക് ഇല്ല എന്നതുകൂടി അല്ലേ നമ്മളെ ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് അഡ്വക്കേറ്റ് ഇവിടെ സൂചിപ്പിച്ചത്. എൻ്റെ അടുത്ത ചോദ്യം ശ്രീ അനിൽ അയ്യപ്പനിലേക്കാണ്. നമ്മൾ അടുത്ത കാലത്ത് സ്വീഡനിലെ കലാപം ഉണ്ടായപ്പോഴും ഈ കുറേ ദിവസങ്ങളായിട്ട് നോർവേയിൽ കലാപം ഉണ്ടായപ്പോഴുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുമൊക്കെ പൊതുജനങ്ങളുടെ മധ്യയിൽ വലിയൊരു ചർച്ചയുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഈ അഭയാർത്ഥികളുടെ സാന്നിധ്യം ആ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ക്രൈം റേറ്റുകൾ കൂട്ടി എന്ന് പറഞ്ഞ ഒരു ആശങ്ക ലോക മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എത്രത്തോളം സത്യമുണ്ട് ഈ ഒരു ആരോപണത്തിൽ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2015 മുമ്പുള്ള കാലത്ത് ലോകത്തിലെ ഏറ്റവും സമാധാനപൂർണ്ണമായിട്ടുള്ള സന്തോഷപൂർണ്ണമായിട്ടുള്ള ജീവിതങ്ങളുണ്ടായിരുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റൊക്കെ എടുക്കുമ്പോൾ ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ വന്നിരുന്നതാണ് ഈ നോർവേയും സ്വീഡനും ഒക്കെ. എന്നാൽ 2015 ശേഷം നമ്മൾ നോക്കുമ്പോൾ റേപ്പ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നുള്ള സ്ഥാനം ഈ സ്വീഡന് കിട്ടിയിരുന്നു. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ 2ാം സ്ഥാനമാണുള്ളത്. എന്നാൽ ഇപ്പോൾ യൂറോപ്പിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്യുകയാണെങ്കിൽ റേപ്പ് ക്യാപിറ്റൽ ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്വീഡനാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ സ്വീഡനിലുള്ള ജനങ്ങളെല്ലാം അങ്ങ് ബലാത്സംഗ വീരന്മാരായതല്ല, ഈ അഭയാർത്ഥികളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. അതായത് അവർ വളരെ നല്ല മനസ്സോടുകൂടെ സ്വീകരിച്ചു ഈ ആളുകളെയൊക്കെ.
പക്ഷേ അവരവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ സംസ്കാരത്തിനനുസരിച്ചല്ല, ആ രാജ്യത്തിൻ്റെ അനുസരിച്ച് ഇവർ മാറുകയല്ല, മറിച്ച് ഇവരുടെ നാട്ടിലത്തെ ആ സംസ്കാരം അവിടെ അടിച്ചേൽപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പല വിധത്തിലാണ്. എനിക്ക് യൂറോപ്പിൽ സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ട്. ഞാൻ പലരുമായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് അവരെന്നോട് പറയാറുണ്ട് വിളിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ പല വിധത്തിലാണ് ഈ പെൺകുട്ടികളെയൊക്കെ പ്രേമിച്ചുകൊണ്ട് പല തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഏഷ്യൻ പ്രദേശത്ത് നിന്ന് പോകുന്ന ആളുകൾ അവർ ചെയ്യുന്നത്, അവിടുത്തെ പെൺകുട്ടികളെ പ്രേമിക്കുന്നു, വിവാഹം കഴിക്കുന്നു, എന്നിട്ട് വിവാഹം കഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അവർക്ക് പൗരത്വം കിട്ടും. എന്നിട്ട് മക്കളൊക്കെ ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ പിന്നെ സമയത്ത് മൊഴിയൊല്ലുകയാണ്. മൊഴിയൊല്ലി തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു 18-19 വയസ്സുള്ള പെൺകുട്ടിനെ കെട്ടി വീണ്ടും അവിടെ ചെല്ലുകയാണ്. എന്നിട്ട് പിന്നെ മക്കളുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു അജണ്ടയോടുകൂടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായ വിഷയം മാത്രമല്ല, ഇതിനകത്തൊരു മതപരമായ മാനം കൂടെയുണ്ട്. പൊതുവേ ആ വിഷയം ആരും ചർച്ച ചെയ്യാറില്ല. നമ്മൾ നോക്കിയാൽ ഗദ്ദാഫി ഉണ്ടല്ലോ, മുൻ ലിബിയൻ ഏകാധിപതി. ഗദ്ദാഫി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞങ്ങൾ അടുത്ത് തന്നെ ചില ദശാബ്ദങ്ങൾക്കുള്ളിൽ ഞങ്ങൾ യൂറോപ്പിനെ ഇസ്ലാമികവൽക്കരിക്കും. ഞങ്ങൾക്കതിന് വാളിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് തോക്കുകളുടെ ആവശ്യമില്ല, ആയുധങ്ങളുടെ ആവശ്യമില്ല, ഞങ്ങൾ അധിനിവേശം നടത്തുന്നില്ല, അതൊന്നും ചെയ്യാതെ തന്നെ ഞങ്ങൾ ഇസ്ലാമികവൽക്കരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹം ഒരു ഭീഷണി കൂടെ ആ സമയത്ത് മുന്നോട്ട് വെച്ചിരുന്നു. നമ്മൾ 2010 ആഗസ്റ്റ് 30 ടെലഗ്രാഫ് പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഓരോ വർഷവും യൂറോപ്പ് 5 ബില്യൺ യൂറോ, അത് 500 കോടി യൂറോ ലിബിയയ്ക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ യൂറോപ്പിനെ ഞങ്ങൾ കറുപ്പിക്കുമെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബിയ വഴിയുള്ള അഭയാർത്ഥി പ്രവാഹം ഞങ്ങളത് തടയുകയില്ല. ഏതാണ്ട് ഇതേ വിധത്തിൽ തന്നെയാണ് തുർക്കിയുടേത്. തുർക്കിയാണെന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ അങ്ങ് വിസ കൊടുക്കുകയാണ്. എന്നിട്ട് തുർക്കി നമുക്കറിയാം യൂറോപ്പിൻ്റെ കവാടമായിട്ട് നിൽക്കുകയാണ്, ഏഷ്യയിൽ നിന്നൊക്കെ വരുന്നവർക്കുള്ളത്. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെ വിസ കൊടുക്കുന്നു. എന്നിട്ട് അവർ തുർക്കി വരുന്നു. തുർക്കിയിലെത്തിയിട്ട് അവർ കാൽനടയായി ബോർഡർ ക്രോസ് ചെയ്ത അഭയാർത്ഥികളായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇതെല്ലാം വ്യക്തമായ അജണ്ടയുടെ പുറത്ത് തന്നെ ചെയ്യുന്നത്. അതായത് ആസൂത്രിതമായി സൃഷ്ടിക്കപ്പെടുന്നതാണ് അഭയാർത്ഥികൾ എന്നൊരു ആശങ്കയാണ് താങ്കൾ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും യഥാർത്ഥമായിട്ടുള്ള അഭയാർത്ഥികളുണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന യൂറോപ്പിൽ കാണുന്ന പലരും വാസ്തവത്തിൽ മനഃപൂർവ്വമായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ഇല്ലീഗലായിട്ടൊക്കെ അങ്ങ് കുടിയേറിയിരിക്കുന്നതാണ്. അവർക്ക് അതിൻ്റെ പുറയിലുള്ള അജണ്ട എന്ന് പറയുന്നത് മതപരം തന്നെയാണ്. ഈ മതപരമായ കാര്യത്തെ സെക്യുലർ ലോകത്ത് ഒട്ടും ആരും അത് പറയാറില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദിയായി മുദ്ര കുത്തപ്പെടുമോ എന്നുള്ള ഭയമാണ്. വ്യക്തമാണ്. എൻ്റെ അടുത്ത ചോദ്യം ശ്രീ ബെന്നി ജോസഫിലേക്കാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അഭയാർത്ഥികൾക്കെതിരായിട്ട് ധാരാളം ആശങ്കകൾ പലരും പങ്കുവെക്കുന്നുണ്ട്. വലിയ ആശങ്കയിലാണ് അവിടുത്തെ ജനവിഭാഗങ്ങളൊക്കെ. ഇത് എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുക? അഭയാർത്ഥികൾ ആ ദേശങ്ങളിൽ നടത്തുന്ന അവരുടെ ഇടപെടലുകളുടെ പ്രതിഫലനമാണോ അവർക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളും അവർക്കെതിരെ ഉണ്ടാകുന്ന തരംഗവും? എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്? ഞാനിതിനെ എൻ്റെ അനുഭവം വെച്ച് പങ്കുവെക്കാനാണ് താല്പര്യപ്പെടുന്നത്. 90-92 കാലഘട്ടങ്ങളിൽ കുവൈറ്റ് ഇറാഖ് വാറിൻ്റെ സമയത്ത് ആ യുദ്ധം കൺട്രോൾ ചെയ്ത ചീഫ് ഓഫ് സ്റ്റാഫ് ക്യാപ്റ്റൻ ബെർണാഡ് ജെ സ്മിത്തിൻ്റെ PA ആയിരുന്നു ഞാൻ. USS 7th ഫ്ലീറ്റിൻ്റെ കമാൻഡറിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്നു ഞാൻ. ദുബായിൽ ഡെപ്യൂട്ടി മിനിസ്റ്റർ ജാഫർ അൽ ഫർദാൻ്റെ PA ആയിരുന്നു. എനിക്കൊരു ഡെപ്യൂട്ടേഷൻ ആയിരുന്നു ആ സമയത്ത്. ഇറാഖിൽ കുവൈറ്റിനെ പിടിച്ചെടുത്തപ്പോൾ ലോകത്ത് ഏറ്റവും സമ്പന്ന രാഷ്ട്രമായിരുന്നു കുവൈത്തികൾ. കുവൈത്തികളുടെ $1 മില്യൺ അവർ റോഡ് എയർ കണ്ടീഷൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതാണ്. ആ സമയത്ത് പെട്ടെന്നുള്ള പലായനത്തിന് വേണ്ടി ഈ കുവൈറ്റികൾ അബുദാബി, ദുബായ്, സൗദി പല സ്ഥലത്തോട്ടും പോന്നു. ദുബായിൽ വന്നപ്പോൾ അറബികൾ മിക്കവാറും എൻ്റെ സുഹൃത്തുക്കളായ അറബികൾ ഈ കുവൈറ്റികളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിനവർ പറഞ്ഞൊരു കാര്യം, അഭയാർത്ഥിയായി വരുമ്പോഴും ഇവർക്ക് ഭയങ്കര ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെയാണെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും മുസൽമാന്മാരായ അഭയാർത്ഥികളെ സൗദിയും ഗൾഫൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് പച്ചക്ക് പറയാൻ എനിക്കൊരു മടിയുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ ഗൾഫ് ഏജൻസി എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വീഡിഷ് കമ്പനിയാണ്, കുറച്ച് നോർവീജിയൻസും ഉണ്ട്. അവരുടെ ഏറ്റവും മോശമായ വാക്ക് റെഡിക്കുലസ് എന്നാണ്. അതിൻ്റെ അപ്പുറം ഒരു ചീത്ത അവർ പറയില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ബ്രിട്ടൻ ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോയാൽ എഫും ഫിയും ഒക്കെ വരും. ഇത്രയും നല്ലൊരു രാജ്യത്ത് പോലും അഭയാർത്ഥികൾ വരുമ്പോൾ നമ്മുടെ TP ഇബ്രാഹിം അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ, ആ സഹോദരൻ പറഞ്ഞ പോലെ,
യൂറോപ്പിലുള്ള ആ ഒരു ഹ്യൂമൻ കൺസിഡറേഷൻസ്, ഒരു ആദ്യത്തെ മര്യാദയൊക്കെ അറബി രാജ്യങ്ങൾക്ക് കൊടുക്കാൻ ഇനിയും കാലങ്ങൾ കഴിയും. എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് മലബാറിലുള്ള നമ്മളെ മലയാളികളെന്നല്ല ദുബായിൽ വിശേഷിപ്പിക്കുന്നത് മലബാറികളെ അറബികൾ ഇത്രയധികം ഉൾക്കൊള്ളാൻ കാര്യം, നമ്മുടെ പോറ്റമ്മയെ പോലെയാണ് ഓരോ മലയാളിയും ഗൾഫിലെ അറബി സഹോദരന്മാരെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കും, അറബി സഹോദരന്മാരെ മലയാളികൾ കാണുന്നത് നമ്മുടെ പോറ്റമ്മയായിട്ട്, നമ്മുടെ സഹോദരന്മാരായിട്ടാണ്. പക്ഷേ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ കണ്ടതാണ് ബ്രിട്ടനിൽ, പ്രത്യേകിച്ച് ഇതെടുത്ത് പറയണേ, അഭയാർത്ഥി എന്ന് ഞാൻ പറയില്ല, മുസ്ലിം സഹോദരന്മാർ, എനിക്കങ്ങനെ ജാതിയൊന്നുമില്ല കേട്ടോ, ഞാൻ എടുത്ത് പറയുകയാണ്, ഇഷ്ടമുള്ളവർ വിശ്വസിക്കുക. മുസ്ലിം സഹോദരന്മാർ ഒരു രാജ്യത്ത് കയറി പറ്റിയാൽ അത് അവരുടെ മതപരമായി പഠിപ്പിക്കണതും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആയിട്ടേ ഞാൻ കൂട്ടുള്ളൂ, അല്ലാണ്ട് ആ മതത്തിൻ്റെ പ്രശ്നമല്ല. അവർ പള്ളികൾ ഇഷ്ടംമാരെ പണിയുന്നു, അവർ വെള്ളിയാഴ്ച കട മുടക്കുന്നു യൂറോപ്പിൽ വന്നിട്ട്. എന്തിനു പറയണം, നമ്മുടെ കൊച്ചു മലപ്പുറത്ത് പോലും കേരളത്തിൻ്റെ സംസ്ഥാനമാണെന്ന് പറയാൻ പറ്റും. അതൊക്കെ മാറണം. ഞാൻ പറഞ്ഞത് അവർ പ്രാർത്ഥിക്കേണ്ടെന്നോ മതപരമായി എല്ലാവരും ഒന്നാവണമെന്നൊന്നും അല്ല ഞാൻ പറയണം. മതവും ദൈവവും തമിഴൻ പറഞ്ഞത് വാക്കുദ്ദേശങ്ങൾ കടവുൾ. ഇന്ന് ലോകത്ത് ദൈവത്തെ ഏറ്റവും ഭംഗിയായിട്ട് വിശേഷിപ്പിക്കുന്നതും പറയുന്നതും തമിഴന്മാരാണ്. എന്താണ് കടവുൾ? ദൈവം ഉള്ളിലായിരിക്കണം. തീർച്ചയായും. അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം, ഇവിടെ ശ്രീ ബെന്നി ജോസഫ് മുന്നോട്ട് വെച്ച ചില ആശങ്കകളുണ്ട്, അതിനോട് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ബെന്നി ജോസഫ് പറഞ്ഞ കാര്യങ്ങളെ ഞാൻ മുക്തകണ്ഠം സ്വീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ എന്ത് അസഭ്യവും എന്ത് ആഭാസത്തരവും നടക്കുന്നത് നടത്തുന്നവരുടെ പേരിൽ, അത് മതത്തിൻ്റെ പേരിൽ ചാർത്തപ്പെടുന്നത് അക്ഷന്ത്യവ്യമായ കുറ്റമാണ് എന്നാണ് അഭിപ്രായം. ഇസ്ലാം മതത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ നിങ്ങളൊരു മനുഷ്യനെ വേറിട്ട് കാണരുത്. നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ അന്തരമുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാം അല്ല. നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടവനാണെങ്കിലും സഹോദരനെ പോലെ കാണണം. ഇങ്ങനെ ഒക്കെ പറയുന്ന ഒരു മതത്തെ, അതുപോലെ തന്നെ ഒരു അനാവശ്യമായി ഒരു മനുഷ്യനെ ആരെങ്കിലും കൊന്നാൽ ലോകത്തുള്ള മനുഷ്യ സമൂഹത്തെ മുഴുവൻ കൊന്നതിനത്തോളം ശിക്ഷ അവൻ അർഹിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച മതത്തിൻ്റെ അനുയായികൾ, അവർ വിപ്ലവകാരികളെന്ന് പറഞ്ഞിട്ടോ അവർ ഏത് കാരണത്തിൽ പറഞ്ഞാലും അവർ നടത്തുന്ന കാര്യങ്ങൾ ഇസ്ലാമികമല്ല. അത് ഇസ്ലാമിൻ്റെ പേരിൽ ഒരിക്കലും നമുക്ക് ചാർത്താൻ സാധ്യമല്ല. പക്ഷേ ആ ഒരു ധാരണ, അത് വളർത്തിയെടുത്ത് എന്താണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ മുഖം? അതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കത്തിലെ തന്നെ ഈ ഇസ്ലാം മതത്തിൻ്റെ പേരിലുള്ള ആ വർഷം തുടങ്ങിയത്. ഹിജറ എന്ന പദമെന്ന് പറയുന്നത് മക്കത്തിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട, പാലായനം ചെയ്ത് മദീനത്തിലെത്തിയ ജനങ്ങളിൽ ഇന്ത്യയിൽ ലോകത്താദ്യമായി ഉണ്ടാക്കിയ മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ഭരണഘടന ഉണ്ടായത് മദീനയിൽ വെച്ചാണ്. അതിലെഴുതി വച്ചിരിക്കുന്നു, ജാതിയുടെയോ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പേരിൽ മനുഷ്യനെ വേർതിരിക്കാൻ പാടില്ല എന്ന്. അത്തരത്തിലുള്ള ഒരു വിശ്വാസ സംഹിതയുടെ ഒരു ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മതമല്ല, ഒരു ജീവിത പദ്ധതിയാണ്. മനുഷ്യത്വം മാത്രം ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ എനിക്ക് പോലും ഇതിന്ന് അവകാശപ്പെടാൻ കഴിയാത്ത വിധം ഇന്ന് അത്രയധികം വികലമായിരിക്കുന്നു. അത് മാറ്റിയെടുക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ചിന്താഗതി മാറ്റണം. ഏത് മതമാണെങ്കിലും സ്നേഹത്തിൽ മാത്രം അധിഷ്ഠിതമായി പെരുമാറേണ്ട ഒരു വിശ്വാസി ഒരു കാരണവശാലും വിശ്വാസത്തിൻ്റെയോ മതത്തിൻ്റെ മാറ്റത്തിൻ്റെയോ പേരിൽ മറ്റൊരാളെ ഉപദ്രവിക്കുന്നെങ്കിൽ അവൾ മുസ്ലിം അല്ല എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ അനിൽ അയ്യപ്പൻ, താങ്കളിവിടെ പറഞ്ഞ പല കാര്യങ്ങളും വീണ്ടും ഇവിടെ ചർച്ചയിൽ വന്നപ്പോൾ പല കാര്യങ്ങളും താങ്കൾ പറയാൻ ശ്രമിച്ച പല കാര്യങ്ങളും തെറ്റാണെന്ന നിലയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന രീതിയിലാണ് ചർച്ച മുമ്പോട്ട് പോവുക. താങ്കൾക്ക് എന്തെങ്കിലും പ്രതികരണമുണ്ടോ ഈ ഘട്ടത്തിൽ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അത് തന്നെ ഇബ്രാഹിം സാഹിബ് പറഞ്ഞു, പൊതുവെ മുസ്ലിം സുഹൃത്തുക്കളെല്ലാം പറയാറുള്ളൊരു കാര്യമാണ്, ഇസ്ലാം ന്യൂനപക്ഷമായിരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം സ്ഥിരമായിട്ട് പറയുന്നതാണ്, ഏതെങ്കിലും ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള സകല മനുഷ്യരെയും കൊന്ന കൊലയാളിയാണ് എന്നൊക്കെ. അത് ഖുർആൻ 5:32 പറയുന്ന ആയത്താണ്. അത് അല്ല 5:32 അത് പറയുന്നത് ഇസ്രായേൽ സന്തതികൾക്ക് ഞാൻ വിധി കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അത് ആരംഭിക്കുന്നത്. അതായത് ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനയായിട്ടാണ് അത് ഖുർആൻ്റെ അകത്ത് കാണുന്നത്. എന്നാൽ മുസ്ലിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന തൊട്ടടുത്ത ആയത്താണ് 5:33. 5:33 പറയുന്നത്, അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ദൂതനോടും എതിരെ ആരെങ്കിലും പോരാടുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ അവൻ്റെ കയ്യും കാലും എതിർദിശകളിൽ നിന്ന് മുറിച്ച് കളയണം, അവനെ ക്രൂശിക്കണം, അവനെ നാട് കടത്തണം എന്നുള്ളതൊക്കെയാണ്. അതാണ് നമ്മൾ തൊടുപുഴ ജോസഫ് സാറിൻ്റെ കാര്യത്തിലൊക്കെ കണ്ടത്, കയ്യും കാലും എതിർദിശകളിൽ നിന്നൊക്കെ മുറിച്ച് കളഞ്ഞത്.
അപ്പോൾ 5/32 മുസ്ലിങ്ങൾക്ക് ഉള്ളതല്ല, അത് ഇസ്രായേലിനുള്ളതാണ്. പക്ഷേ ന്യൂനപക്ഷമായിരിക്കുന്നിടങ്ങളിൽ ഈ 5/32 എടുത്തുകൊണ്ട് വന്നിട്ടാണ് പലപ്പോഴും പ്രതിരോധിക്കുന്നത്. അപ്പോൾ സാറും അത് ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ അതിനെ ആ കാര്യം ഒന്ന് വിശദീകരിച്ചതേ ഉള്ളൂ. എന്നാൽ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അഭയാർത്ഥികൾ എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞു താടി വെച്ചവരെ ഒക്കെ അല്ലെങ്കിൽ മുസ്ലിം പേരുള്ളവരെ കാണുമ്പോഴൊക്കെ മാറ്റി നിർത്തുന്നു. എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്നു? അതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കാത്തത്? എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്നു? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് മതക്കാർക്ക് ഈ പ്രശ്നം വരുന്നില്ലല്ലോ. ഈ ഹിന്ദു മതക്കാരനോ അല്ലെങ്കിൽ ഒരു ബുദ്ധമതക്കാരനോ അല്ലെങ്കിൽ വേറെ ഒരു ഏത് മതമാവട്ടെ, എന്തുകൊണ്ട് ഈ കൂട്ടരെ മാത്രം ഇങ്ങനെ മാറ്റി നിർത്തേണ്ടി വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രവൃത്തി കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം അതിനകത്തുണ്ട്, അത് നിഷേധിക്കാൻ പറ്റുകയില്ല. നമ്മളതിനെ നിഷേധിക്കുന്ന വാസ്തവത്തിൽ ഈ ഒട്ടകപ്പക്ഷി തല മണലിൽ പുഴുത്തുന്ന പോലെയാണത്. എന്തുകൊണ്ട് മറ്റുള്ളവരോട് മാന്യമായിട്ട് ഇടപെടുന്നില്ല? ഇപ്പോൾ തഹറുഷ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, യൂറോപ്പിലൊക്കെ ഇപ്പോൾ അത് ആരംഭിച്ചിട്ടുണ്ട്. തഹറുഷ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം സ്ത്രീ, ഒരു പെണ്ണോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ സ്ത്രീ ആരോ ആകട്ടെ, തെരുവിലൂടെ നടന്നു പോവുകയാണ്. ആ തെരുവിൽ അഭയാർത്ഥികളായ മുസ്ലിങ്ങൾ കുറച്ചധികം ആൾക്കാരോ അവർക്കൊരു സ്വാധീനമുള്ളൊരു തെരുവാണെന്ന് വെച്ചു. അപ്പോൾ ആ പെണ്ണിനെ അവർ നോട്ട് വിടുന്നു. എന്നിട്ട് ചിലപ്പോൾ അവർ ഫാമിലി ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ കുറച്ച് നേരം കൊണ്ട് പതുക്കെ ആളുകൾ ഈ അഭയാർത്ഥികളായിരിക്കും അവിടെ ചെന്ന് പറ്റിയ ഈ മുസ്ലിങ്ങൾ അവർ ഈ പെണ്ണിനെ വളയാണ്. പതുക്കെ വളഞ്ഞ് അതിൽ നിന്ന് മാറ്റിയിട്ട് അവരുടെ ഒരു ഗ്രൂപ്പിനകത്താക്കുക. കാരണം ഇത് അവരുടെ ഒരു തന്ത്രമാണ്. ടോട്ടൽ എല്ലാവർക്കും അറിയാം അവർക്കിത്. ഇത് ഈജിപ്തിലൊക്കെ അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വന്നവർക്കത് അറിയാം. അപ്പോൾ അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ടൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയെ, നമ്മുടെ മകളായിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം, കുറച്ച് പേര് വന്ന് പതുക്കെ നമ്മുടെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ അതിനകത്താകുന്നു, മറ്റുള്ളവരെല്ലാം അതിന് ചുറ്റും. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആ സ്ത്രീയെ പുറത്തേക്ക് കിട്ടുന്നത് തന്നെ. അപ്പോൾ ഇതേപോലെയുള്ള പ്രവൃത്തി ഇത് നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയാൽ കാണാം, ഇഷ്ടംപോലെ തഹറുഷിൻ്റെ വീഡിയോകൾ ഇഷ്ടംപോലെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ സ്വാഭാവികമായിട്ടും എന്താണ് അകറ്റി നിർത്തും, പരിഷ്കൃത മനുഷ്യനെ അകറ്റി നിർത്തും. അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ അവർ അവസാനിപ്പിക്കട്ടെ. അതേപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അവസാനിപ്പിക്കട്ടെ. ഇതൊക്കെ അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ കൂട്ടത്തിൽ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ ഈ വിഷയം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അഭയാർത്ഥികളുടെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ, അഭയാർത്ഥികൾ വരുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു യൂറോപ്പിലൊക്കെ ഭയങ്കര ബാനറായിരുന്നു. എന്താണ് അവർ അപകടകാരികളല്ല, അവർ അപകടത്തിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നല്ല ബാനറുകളൊക്കെ. പക്ഷേ ഇന്ന് 5 വർഷം കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? അതേ യൂറോപ്പിൽ അന്ന് ആ ബാനർ പിടിച്ച ആൾക്കാർ തന്നെയാണ് അഭയാർത്ഥികളെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ഒച്ചയുണ്ടാക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലേറ്റുകയും ചെയ്യുന്നത്. തീർച്ചയായും ഇത്ര കുറഞ്ഞ വർഷം കൊണ്ട് എങ്ങനെ അവർ മാറി, യൂറോപ്യൻസ് എങ്ങനെ മാറി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. തീർച്ചയായും. ശ്രീ ഡെന്നി, താങ്കൾ ഈ വിഷയത്തിൽ ധാരാളം പഠനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ശ്രീ അനിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം താങ്കൾ അതിനോട് യോജിക്കുന്നു? അത്തരം വസ്തുതകളെ താങ്കൾ എങ്ങനെ കാണുന്നു? താങ്കൾ ഈ വിഷയത്തിൽ വളരെ ഏറെ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ പലപ്പോഴും അതിന് ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ എന്ന ഒരു ആശങ്കയാണ് ശ്രീ അനിൽ പങ്കുവച്ചത്. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? ഇതിൽ 2 വസ്തുതകളുണ്ട്, ഞാൻ 2ആയിട്ട് പറയാം. ആദ്യം നമ്മളുടെ ഇവിടുന്ന് സിറിയയിൽ നിന്നൊക്കെയുള്ള അഭയാർത്ഥി പ്രവാഹമാണ്. അത് യൂറോപ്പിൽ എല്ലാവരും ഓപ്പണായി, പ്രത്യേകിച്ച് ജർമ്മൻ ചാൻസലർ അഞ്ചല മെർക്കലൊക്കെ വളരെ സ്വീകാര്യതയോടെ ഒരു ആഴ്ചയിൽ 2 ലക്ഷം 3 ലക്ഷം അഭയാർത്ഥികളെ വരെ സ്വീകരിച്ചു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ടാണ് യൂറോപ്പ് മാത്രം ഇത് ഓപ്പൺ ആയിരിക്കുന്നത്? കാരണം അവരുടെ ഒരു കടപ്പാട് തിരിച്ചു ചെയ്തതാണ്. കാരണം 2ാം ലോകമഹായുദ്ധകാലത്ത് ഇറാനും ലെബനോനും സിറിയയും, അതായത് ഫ്രഞ്ചിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വന്ന അഭയാർത്ഥികളെ ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് അവർ സ്വീകരിച്ചത്. പക്ഷേ അവരൊരു കാര്യം ചെയ്തു, അവരൊരു 2-3 വർഷം അല്ലെങ്കിൽ 1945 ഈ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അവർ തിരിച്ച് മാതൃരാജ്യത്തേക്ക് പോകുകയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല സമ്പദ് വ്യവസ്ഥയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുകയോ ചെയ്തു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സിറിയയിലെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു, അവരെ സ്വന്തം സഹോദരരായി കണ്ടു. നമുക്കറിയാം പരിസ്ഥിതി പിതാവ് മാർപ്പാപ്പ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കുക ചെയ്ത്. കാരണം എല്ലാ വീടുകളിലും ഒരാളെങ്കിലും നിങ്ങൾ താമസിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത്രയും മാന്യതയോടെ അത് ചെയ്തു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അജണ്ട എന്നൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് സിറിയയിൽ നിന്ന് ധാരാളം അഭയാർത്ഥികൾ, നിരപരാധികൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ കുടിയേറി. അതിൻ്റെ കൂടെ ഈ കുറച്ച് ആൾക്കാർ, ഒരു 10-20% ആൾക്കാരാണ് ഇത് അറിയാതെ ഇതിൻ്റെ ഒരു അവകാശം പിൻപറ്റി അഭയാർത്ഥികൾ അല്ലെ സിറിയയിൽ നിന്ന് വരുന്നത്. കാരണം ഇതിന് ഡോക്യുമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല, പാസ്പോർട്ട് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഒരു രഹസ്യ അജണ്ട പോലെ യൂറോപ്പിലേക്ക് കുടിയേറി. അവരാണിപ്പോൾ സ്വീഡനിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും ഈ പ്രശ്നങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ റോഹിംഗ്യൻ അഭയാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ റോഹിംഗ്യൻ അഭയാർത്ഥികളെ അവർ സത്യം പറഞ്ഞാൽ അഭയാർത്ഥികളല്ല, അവരെ രാജ്യത്തിൻ്റെ പാർട്ടാണ്. പക്ഷേ അവരെ അഭയാർത്ഥികൾ ഇപ്പം ഈ നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ബർമയൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ആ സ്വാതന്ത്ര്യത്തിന് ശേഷം അവരെ അഭയാർത്ഥികളായിട്ട് അല്ലെങ്കിൽ അവരെ ആ സെൻസസിൽ
അവരെ ഉൾപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് റോഹിംഗ്യൻ അഭയാർത്ഥികളായി മാറിയത്. കാരണം അവിടെ 2% മുസ്ലിംസ് ഉണ്ടായിരുന്നു, അവരുടെ പൗരന്മാരായിട്ട് തന്നെ അംഗീകരിച്ചു. പക്ഷേ റോഹിംഗ്യക്കാരെ മനുഷ്യരായിട്ട് അവരെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ആ റോഹിംഗ്യക്കാരെ നമുക്കറിയാം, ഒരു 350-400 പേര്, 100 പേര് കയറുന്ന ബോട്ടെ 350-450 പേരെ കയറ്റിയിട്ടാണ് അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. അപ്പോൾ ആ പലായനം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു UN റെഫ്യൂജി കൗൺസിലും മറ്റ് രാജ്യങ്ങളൊക്കെ ഇടപെട്ട് വലിയൊരു സംഭവമുണ്ട്. അതായത് ഒരു ബോട്ട് നിറച്ച ആൾക്കാർ ഏതാണ്ട് 2.5 മാസത്തോളം ഇങ്ങനെ കറങ്ങുകയാണ്. അവർ ഇന്തോനേഷ്യയിൽ പോയി, മലേഷ്യയിൽ പോയി, ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പോയി അഭയം ചോദിച്ചു. ആരും കൊടുത്തില്ല. ആകെ മലേഷ്യയിൽ നിന്ന് അല്പം വെള്ളം മാത്രം കൊടുത്തിട്ട് അവരെ തിരിച്ചു വിട്ടു. അതായത് അവരെ ആരും സ്വീകരിക്കാൻ തയ്യാറില്ല. അവസാനം അവർ മരിക്കും എന്നൊരവസ്ഥ വന്നപ്പോൾ ഫിലിപ്പീൻസാണ് അവർക്ക് സ്വീകാര്യത കൊടുത്തത്. കാരണം ഫിലിപ്പീൻസ് നിങ്ങൾക്കറിയാം, ഇത് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്, 99% അവിടെ ക്രിസ്ത്യൻസാണ്. അപ്പോൾ എന്നിട്ട് പോലും ഫിലിപ്പീൻസ് അവർക്ക് അഭയം കൊടുത്തു. അപ്പോൾ അത് ആ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു രീതിയാണ്. നമുക്കറിയാം, എല്ലാ ആൾക്കാരെയും അഭയം കൊടുക്കുക എന്നുള്ളത്. മാത്രമല്ല, ഇത് യൂറോപ്പിന്റെ സംസ്കാരമാണ്. കാരണം ഒരു മതത്തിന്റെ എന്ന് പറയാൻ പറ്റത്തില്ല, യൂറോപ്പിന്റെ സംസ്കാരം മുതലെടുക്കുന്നുണ്ടോ എന്നാണ് ശ്രീ അനിൽ ചോദിച്ചത്. അതിനോടാണ് ഞാൻ ശ്രീ അനിയോട് ചോദിക്കുന്ന ആ ചോദ്യം. അതാ ഞാൻ പറഞ്ഞത്, 80% ആൾക്കാർ ജെന്യുവിനായിട്ട് ആൾക്കാർ പോയതാണ്. അപ്പോൾ കാനഡയിലേക്ക് 25,000 പേരും 15,000 പേരെ ഇറാഖിൽ നിന്ന് എടുത്ത് 40,000 അഭയാർത്ഥികളെ ഗവൺമെന്റ് ഔദ്യോഗികമായി സ്വീകരിച്ചു. അപ്പോൾ അതുപോലെ ഔദ്യോഗികമായി സ്വീകരിക്കാതെ ഈ ബെൽജിയം ഹംഗറി മുഖേനയൊക്കെ ഒരുപാട് പേര് ആൾക്കാർ കയറിപ്പോയി. ഇപ്പം നമ്മൾ ടർക്കിയുടെ കാര്യം എടുക്കാം. ടർക്കിയിൽ തന്നെ ഇപ്പോൾ തന്നെ 15 ലക്ഷം അഭയാർത്ഥികളുണ്ട്. പക്ഷേ അവർ ബോർഡർ തുറന്ന് വിട്ടു. അപ്പോൾ ആ ബോർഡർ തുറന്ന് വിടുമ്പം ഈ സിറിയയിലെ അഭയാർത്ഥികളാണോ ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തെ അഭയാർത്ഥികളാണോ എന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ കയറി. അതിൽ ഒരുപാട് പേര് തിരിച്ചു പോകാതെയോ അല്ലെങ്കിൽ അവരവിടുത്തെ, അതായത് നമുക്ക് അറിയാം, അവിടുത്തെ ഈ റിഫ്യൂജി കോർട്ടുകളെല്ലാം നമുക്ക് സാധാരണ ഒരു പൗരന് അവിടുത്തെ പൗരന് കിട്ടുന്നേക്കാളും കൂടുതൽ റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആ പഴുതുകളെല്ലാം ഉപയോഗിച്ച് അവർ ആ രാജ്യത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് വളരെ ജെന്യുവിനായിട്ട് ഇന്നും അവിടെ കഴിയുന്നവരുണ്ട്. കാരണം ആ രാജ്യത്തിന് എന്തെങ്കിലും നമ്മളെ ഈ അഭയസ്ഥാനം, അതായത് നമ്മളെ ഈ കഷ്ടപ്പാടിൻ്റെ സമയത്ത് സ്വീകരിച്ചു, അവിടെ ഒരുപാട് സർവീസുകളും സേവനങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഫിൻലൻഡിലോ സ്വീഡനിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ടാക്സി ഡ്രൈവർമാരും അതേപോലെ ജോലി ചെയ്യുന്ന നല്ല മാന്യന്മാരായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. തീർച്ചയായും ഒരു 20% ആൾക്കാർ, എൻ്റെ ഒരു ഏകദേശ കണക്കാണ്, ഒരു 20% ആൾക്കാരിൽ നിന്നാണ് നമുക്ക് ഇത്രയും വലിയ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്. ഓക്കെ, ശ്രീ ഡെന്നി പറയുന്നത് വളരെ ഒരു ന്യൂനപക്ഷത്തിൽ മാത്രമാണ് ഇത്തരം ആക്രമണ സംഭവങ്ങളും നീചമായ ചില കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ ചർച്ച ചെയ്യാൻ. നമ്മുടെ നാട്ടിൽ എത്തപ്പെടുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ, അവരുടെ പശ്ചാത്തലം ചെക്ക് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും സംവിധാനം നിലവിലുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് നമ്മുടെ ഒരു നാടിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ പോലും ഒരു ആശങ്ക ഉണർത്തുന്ന കാര്യമല്ലേ? നിതിൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അല്പം മുമ്പ് പങ്കുവെച്ച ചില കാര്യങ്ങളെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം കൂടെ സൂചിപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതിന് ഒരു മറുപടി ഞാൻ കേട്ടത് സ്ഥലപരിമിതിയും ഒരു വിഷയമാണ് എന്നുള്ളതാണ്. സൗദി അറേബ്യ പോലെ ഒരു രാജ്യത്ത് 14 വർഷം ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സ്ഥലപരിമിതിയാണോ അങ്ങോട്ട് ആൾക്കാർ പോകാത്തതിന്റെ കാരണം? അഭയാർത്ഥികൾ പ്രത്യേകിച്ച് ഇറാഖിൽ നിന്ന്? ഒരിക്കലും അല്ല. വളരെ വ്യക്തമായിട്ട് ഒരു ഭാഷയിൽ ഞാൻ പറയട്ടെ, മണൽക്കാട്ടിലേക്ക്, മണലാരണ്യത്തിലേക്ക് ഒരു ചാക്ക് മണലും കൂടി കൊണ്ട് ഇറക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഭീകര പ്രസ്ഥാനങ്ങളുടെ ബോധ്യമാണ് ആ മണൽ ചാക്കും കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയത് എന്നുള്ളതും പറഞ്ഞു കഴിയുമ്പോൾ കാര്യം എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ കരുതുകയാണ്. അഭയാർത്ഥികളോടുള്ള വികാരം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ചോദ്യം. അത് ദേശീയ തലത്തിലെ, ഇന്റർനാഷണൽ തലത്തിലെ, കേരളത്തിന്റെ പശ്ചാത്തലത്തിലും. അല്പം മുമ്പ് ഒരു പരാമർശം വരികയുണ്ടായി അതിഥി തൊഴിലാളികളെ കുറിച്ച്. പക്ഷെ അതിന് വ്യക്തമായ ഒരു ഉത്തരം ആരും നൽകിയതായിട്ട് ഞാൻ കണ്ടില്ല. ബലമായ സംശയങ്ങള് വിവിധ കോണുകളിൽ നിന്ന് മാത്രമല്ല, സർക്കാർ UN റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലുള്ള സംസ്ഥാനത്തിലേക്ക് ഇന്നലെ വരെ കുടിയേറിയിരുന്ന ഒരു കുടിയേറ്റ തൊഴിലാളികൾ എന്ന പേരിലാണ് നാം അറിഞ്ഞത്. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നം കൂടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കുടിയേറ്റ തൊഴിലാളികൾ ഒരു സുപ്രഭാതത്തിൽ കൊറോണ വന്ന സന്ദർഭത്തിൽ അതിഥി തൊഴിലാളികളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ആരാണ് അതിഥി തൊഴിലാളികള്? ഒറീസയിൽ നിന്നുള്ളവരാണ്, ബീഹാറിൽ നിന്നുള്ളവരാണ്, ബംഗാളിൽ നിന്നുള്ളവരാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്.
വാസ്തവത്തില് വസ്തുതകൾ നിരത്തിയുള്ള കണക്കുകൾ ഇതിനോടകം കേന്ദ്ര സർക്കാരിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങൾ, ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും വന്നിട്ടുള്ളവര് ബംഗാളിലൂടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇന്ന് ഉണ്ട് എന്നുള്ള വസ്തുതയും നമ്മൾ കാണാതെ പോകരുത്. അതിഥി തൊഴിലാളികൾ സംഘടിത തൊഴിലാളിയായിട്ട് രൂപപ്പെട്ടത് ചങ്ങനാശ്ശേരിക്കടുത്ത് പായിക്കാട്ട് നടന്ന 6000-7000 വരുന്ന കൊറോണ കാലത്തുള്ള സംഘടിത ശ്രമം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നിൽ ആരാണ് ഓപ്പറേറ്റ് ചെയ്തത്? ഇന്ത്യയിലെ കേരളവും കർണാടകവും UN-ന്റെ കണക്ക് പ്രകാരം ഭീകര പ്രസ്ഥാനങ്ങളുടെ താവളങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതല്ലേ. അതവിടെ നിൽക്കട്ടെ. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ത്യ എത്രയോ കാലഘട്ടങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടുണ്ട്, ടിബറ്റിൽ നിന്ന് അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടുണ്ട്, ശ്രീലങ്കയിൽ നിന്ന് തമിഴ് വംശരെ ഇന്ത്യയിലേക്ക് 1,00,000 പേരെയാണ് 1983-2009 കാലഘട്ടങ്ങളിലെ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ചത്. 1972 ഉഗാണ്ടയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇന്ത്യൻ വംശരെ ഇന്ത്യ സ്വീകരിച്ചു. ബംഗ്ലാദേശിൽ വംശഹത്യ 1971 നേരിട്ട സന്ദർഭത്തിൽ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികൾ വന്നു. പട്ടിണിയും ദാരിദ്ര്യമുള്ള രാജ്യമാണെങ്കിൽ പോലും ഇന്ത്യ അഭയാർത്ഥികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി അവതാരകൻ ആദ്യം സൂചിപ്പിച്ച കാര്യത്തിലേക്ക് കൂടി ഞാൻ വരികയാണ്. എന്താണ് വാസ്തവത്തില് അഭയാർത്ഥികളോടുള്ള ഇന്നത്തെ ജനങ്ങളുടെ വികാരം യൂറോപ്പിന്റെ പശ്ചാത്തലത്തിൽ? നേരത്തെ സൂചിപ്പിച്ചുള്ള ഇറാഖിൽ നിന്ന് കുടിയേറി ഇറാഖിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടവര് യൂറോപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ആ രാജ്യങ്ങൾ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ക്രൈസ്തവ രാജ്യങ്ങൾ എന്ന് ഞാൻ പറയും, ആ രാജ്യങ്ങൾ അത് സ്വീകരിച്ചത് ചില മനോഭാവങ്ങളുടെയും സ്നേഹത്തിന്റെയും സ്നേഹാനുഭൂതിയുടെയും കാഴ്ചപ്പാടായിരുന്നു. അല്പം മുമ്പ് അനിൽ സൂചിപ്പിച്ചതുപോലെ അവര് ബാനർ നൽകി അവരെ സ്വീകരിച്ചു. അതാണ് മനുഷ്യത്വം. ആ മനുഷ്യത്വമാണ് മരവിച്ചവരായിട്ടാണ് ഗൾഫ് രാജ്യങ്ങൾ മാറിയത്. സ്വന്തം കൂടപ്പിറപ്പിനെയും സ്വന്തം സഹോദരനെയും സ്വീകരിക്കാൻ സാധിക്കാത്ത ഒരു രാജ്യങ്ങൾ, മറുവശത്ത് സ്നേഹത്താൽ അവരെ സ്വീകരിച്ച് അവർക്ക് ശുശ്രൂഷ നൽകിയ രാജ്യങ്ങൾ, സ്വീകരണം ഏറ്റുവാങ്ങിയവര് പിന്നെ അഭയം കൊടുത്തു. അഭയം കൊടുക്കുക മാത്രമല്ല, ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, മരുന്ന് കൊടുത്തു, കുടിക്കാൻ വെള്ളം കൊടുത്തു. എന്നിട്ടോ കുടുംബത്തിന്റെ ഭാഗമായിട്ട് അവരെ ട്രീറ്റ് ചെയ്തു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അവർക്ക് പ്രത്യേക പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ വേണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാനല്ലേ, കൊടുക്കാമല്ലോ. അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, മാംസങ്ങൾ പ്രത്യേക പ്രാർത്ഥനയോടുകൂടി തന്നെ വേണമെന്ന് പറഞ്ഞു, കൊടുത്തു. കശാപ്പുകാരെ വേണമെന്ന് പറഞ്ഞു, അതും കൊടുത്തു. 3-4 വർഷം കഴിയുമ്പോൾ പൗരത്വം കൊടുത്തു. നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം കൊടുത്തു. ഇന്നും ഇത് ആവർത്തിക്കുമ്പോഴേ അഭയം നൽകിയ വ്യക്തികളെ തിരിഞ്ഞാക്രമിക്കുന്ന പ്രവണത അവിടെ രൂപപ്പെട്ടത് കൊണ്ടാണ് അഭയാർത്ഥികളോടുള്ള വികാരം ഇന്ന് വിദ്വേഷമായി മാറിയിരിക്കുന്നത്. ആശ്രയം നൽകിയ ആൾക്കാരെ പാല് കൊടുത്ത കൈകളിൽ ആഞ്ഞുകൊത്തി വിഷം ചീറ്റുന്ന അഭയാർത്ഥികളുടെ ചിത്രം യൂറോപ്പിൽ നിന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴ്. അതാണ് അഭയാർത്ഥികൾക്കെതിരെയുള്ള വലിയൊരു വികാരമായിട്ട് ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത്. യൂറോപ്പിൽ പിന്നെ ചേരികൾ രൂപീകരിക്കപ്പെട്ടു. സമാന്തര സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകൾ രൂപപ്പെട്ടു. യൂറോപ്പിലെ രാജ്യങ്ങൾ ഉണ്ടായിരുന്നവർ ഇപ്പോൾ അനുഭവിക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ട ഗതികെട്ട അവസ്ഥ യൂറോപ്പിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അനിൽ പങ്കുവെച്ച കാര്യത്തിലൂടെയും എനിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഈ അടിസ്ഥാനത്തിൽ അഭയം നൽകിയവരെ ആക്രമിക്കുക, ബെൽജിയത്തിലെ തെരുവുകളില് അക്രമം അഴിച്ചുവിടുന്നത് നമ്മൾ കണ്ടില്ലേ? ബ്രിട്ടനിൽ നിത്യ സംഭവങ്ങളായിട്ട് അത് മാറുന്നില്ലേ? സ്വന്തം മക്കളെ പോലും ക്രൂശിക്കുന്ന, ബലി കൊടുക്കുന്ന സാഹചര്യത്തിൽ അഭയം നൽകിയിരിക്കുന്നവർക്ക് വന്നെത്തേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭയാർത്ഥികളുടെ അകൽച്ച രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പിന്നിൽ പ്രകൃതിക്ഷോഭമല്ല, രാഷ്ട്രീയമല്ല, യുദ്ധമല്ല, ആഗോള തലത്തിലുള്ള ഭീകര പ്രസ്ഥാനങ്ങള് മതത്തിന്റെ മറവിൽ അഭയാർത്ഥികളെ സൃഷ്ടിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയുള്ള നടപടികളും അജണ്ടകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തിരിച്ചറിയണം. അത് പല രൂപത്തിലും ഭാവത്തിലും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് വരും കാലങ്ങളിൽ
വൻ പ്രക്ഷോഭമായിട്ടും വൻ വിദ്വേഷമായിട്ടും വിതരപ്പെടും എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും. അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ, ഇവിടെ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ ഉന്നയിച്ച ആ ആശങ്കകൾ അത് വസ്തുത തന്നെയല്ലേ? എങ്ങനെ താങ്കൾ എന്നോട് പ്രതികരിക്കുന്നു? ഈ ആശങ്കകളെ ഞാൻ ഒരു ബുദ്ധിപൂർവമായ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരാൾക്ക് സത്യമാണ്. ഞാനിത് പറയുന്നത് ഈ ലോകത്തെമ്പാടും കാണുന്ന ഭീകര സംഘടനകളും ആ ഭീകരവാദങ്ങളും, പക്ഷേ ഒരു യഥാർത്ഥമായ ഒരു മുസ്ലിം അവൻ ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവന് അനുവദനീയമല്ല എന്ന് മാത്രമല്ല നിഷിദ്ധമാണ്. യഥാർത്ഥത്തിൽ അവൻ പാല് കൊടുത്ത കയ്യിൽ കൊത്തുന്ന പാമ്പ് എന്ന് പറഞ്ഞ പോലെ സത്യമാണ്. അങ്ങനെ ഇത്ര അഭയം തരുന്ന രാഷ്ട്രങ്ങളെയും ആ രാഷ്ട്രത്തോടും ക്രൂരമായി പെരുമാറുന്നുണ്ടെങ്കിൽ 100% അത് നിഷ്കാസിതമാക്കേണ്ടതാണ്, ഒരിക്കലും അംഗീകരിക്കത്തക്കതല്ല. ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നടന്ന കൈവെട്ടിനെക്കുറിച്ച് പറഞ്ഞു. ഒരു മുസൽമാനെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ചെയ്തവരെ. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, പ്രവാചകൻ്റെ ആദ്യത്തെ ഭരണഘടന മദീനയിൽ ഉണ്ടാക്കിയപ്പോൾ അതിലെത്രമാത്രം കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. അതുപോലെ പരിശുദ്ധ ഖുർആനിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എല്ലാം മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഒന്നാണ്. പക്ഷേ അത് വികലമായി രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവർക്കെതിരെ ജാതിയും മതവും നോക്കാതെ ഉള്ള ഒരു മൂവ്മെൻ്റാണ് ഇന്ന് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത്. ലോകത്തെമ്പാടും നടക്കുന്ന ഈ ഭീകരതയുടെ പേരിൽ അതിന് മതത്തിൻ്റെ മറവ് നൽകിക്കൊണ്ട് ഈ മതത്തെയും സമുദായത്തെയും തന്നെ താറടിച്ച് കാണിക്കുന്ന ആ സമ്പ്രദായത്തിനെതിരെ പ്രബുദ്ധമായ സമൂഹം, ഞാൻ പറയുന്നത് ഇത് ബഹുമാനപ്പെട്ട ഡെന്നി ചൂണ്ടിക്കാട്ടിയതുപോലെ അത് 20% എന്ന് പറഞ്ഞു. 20 അല്ലെങ്കിൽ 20, 10, 15% ആൾക്കാർ ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുന്നുണ്ടാവും. അത്തരക്കാരെ കണ്ടറിഞ്ഞുകൊണ്ട് യഥാർത്ഥ മതവിശ്വാസികൾ, അത് ക്രിസ്ത്യനായാലും മുസ്ലിങ്ങളായാലും ഹൈന്ദവരായാലും, ഇത്തരത്തിലുള്ള കപടമായ മതത്തിൻ്റെ ആളുകളെ ഭീകരവാദം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാകേണ്ടതാണ് എന്ന് എല്ലാ ഇസ്ലാമിക മേഖലകളിലും അവസരം കിട്ടുമ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളൊക്കെ പറയാറുള്ളതാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു പരാമർശത്തെ അവസരം കൊടുക്കാൻ പാടില്ല. കാരണം മനുഷ്യത്വത്തിൻ്റെ പേരിൽ കൈനീട്ടി സ്വീകരിച്ച ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് അവർക്കെതിരെ പിന്നീട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ നന്ദികേടാണ്. ഒരു മതത്തിനും അത് ഒരിക്കലും അനുവദനീയമല്ലാത്തതാണ്, മതത്തിൻ്റെ സ്വഭാവമല്ലാത്തതാണ്. അതുപോലെ തന്നെ ഈ യഥാർത്ഥത്തിൽ ഒരു മതവിശ്വാസിയാണെങ്കിൽ ഇത്തരം ഭീകരവാദത്തെയും ഈ മതത്തിൻ്റെ മറവിൽ നടത്തുന്ന ഇത്തരം പ്രവൃത്തികളെ തടുക്കാൻ ചെയ്യേണ്ടത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു തെറ്റും കുറ്റവും നിങ്ങൾ കണ്ടാൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ മനസ്സുകൊണ്ട് അവരെ വെറുക്കണം, സാധിക്കുമെങ്കിൽ നിങ്ങൾ കരം കൊണ്ട് അവരെ തടയണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിലേറ്റവും വലിയ കുറ്റമാണ് ഈ മതത്തിൻ്റെ പേരിൽ നടത്തുന്ന കൊലപാതകങ്ങളും വിപ്ലവങ്ങളും എന്ന് അടിവരയിട്ട് പറയാനും പരിശുദ്ധ ഖുർആനിലെ വാക്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അറിവുള്ളതാണ്. ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതൻ തന്നെ എടുത്തു പറഞ്ഞു. അത് ഓരോ സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും അതൊരു ഭീകരവാദത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനം നടത്താൻ സാധ്യമല്ല. ആ നടക്കുന്നതൊക്കെ പലപ്പോഴും ഈ വിഘടനവാദികളുടെയും പലതരത്തിലുള്ള ആൾക്കാർ, ഇപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തന്നെ പറഞ്ഞു, അവിടെ തന്നെ ഒരേ വിഭാഗം പരസ്പരം കൊല്ലുന്നതിന് അവർ മതത്തിൻ്റെ മറവെടുക്കുന്നു, മതത്തിൻ്റെ മൂടുപടമെടുക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുന്നത് ഒഴിവാക്കണമെങ്കിൽ നാം യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളുടെയും യഥാർത്ഥ മുഖം മനസ്സിലാക്കുകയും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തതുപോലെ സ്നേഹത്തിൻ്റെ പേരിൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവരൊരു പക്ഷേ ഫ്ലാക്കാർഡുകൾ വെച്ച് സ്വീകരിച്ച കാര്യമാണ്. അത്തരം രാജ്യങ്ങളിൽ മറുഭാഗത്തുണ്ടാകുന്നത് ഈ തുച്ഛമായ ആൾക്കാരുണ്ടെങ്കിൽ 5%, 10% ആണെങ്കിലും അവരെ മനപരിവർത്തനം ചെയ്യിച്ച് മനുഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥമായ ഈ അഭയാർത്ഥികളുടെ പ്രശ്നത്തെക്കുറിച്ച് യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അതാണ് ഈ സന്ദേശമാകേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. തീർച്ചയായും. ശ്രീ അനിൽകുമാർ, ഇവിടെ അഡ്വക്കേറ്റ് ശ്രീ TPM ഇബ്രാഹിം മുന്നോട്ട് വെച്ച ഒരു ചിന്തയെ താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക? ഇബ്രാഹിം സാഹിബ് പറഞ്ഞത് ഒരു സെക്യുലർ ലോകത്ത് നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന കാര്യമാണ്. ഏതൊരു മനുഷ്യനും അത് പൂർണ്ണമായിട്ട് അതിനോട് യോജിക്കേണ്ടതാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാറ് പറഞ്ഞു, ഹിജ്റയെക്കുറിച്ച് പറഞ്ഞു. മക്കയിൽ നിന്ന് പലായനം ചെയ്ത് അവരുടെ പ്രവാചകൻ മദീനയിലെത്തുന്നു. മദീനയുടെ അന്നത്തെ പേര് യാത്രിബ് എന്നാണ്. യാത്രിബ് ഒരു യഹൂദ സെറ്റിൽമെൻറ്റാണ്. അവിടെ യഹൂദ ഗോത്രന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു.
പക്ഷെ എന്ത് ചെയ്തു പിന്നീട് പിൽക്കാലത്ത്? അദ്ദേഹത്തിന് പ്രാബല്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ വർദ്ധിച്ചു, ഇസ്ലാം പ്രാബല്യം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള യഹൂദന്മാരെ മുഴുവനും പുറത്താക്കി കളഞ്ഞു. ഹദീസ് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഹിജാസിൻ്റെ മണ്ണിൽ നിന്ന് യഹൂദന്മാരെയും ക്രൈസ്തവരെയും പുറത്താക്കും, മുസ്ലിങ്ങളല്ലാതെ ആരെയും അവിടെ താമസിപ്പിക്കാൻ വിടുകയില്ല എന്ന്. ഹദീസ് സ്വഹീഹായ ഹദീസുകളാണ്. അപ്പോൾ അത് സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും പുറത്താക്കാൻ പറ്റിയില്ല. പിന്നീട് രണ്ടാമത്തെ ഖലീഫ ഉമറാണ് ബാക്കിയുള്ള യഹൂദന്മാരെയൊക്കെ പുറത്താക്കി ഹിജാസ് കംപ്ലീറ്റ് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളെ മാത്രം താമസിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് വിഷയം. ഈ ചെല്ലുന്ന ആളുകളുണ്ടല്ലോ, ഈ പ്രമാണം പഠിച്ച ആൾക്കാർ കുറച്ചേ ഉള്ളൂ. ഡെന്നി സാറ് പറഞ്ഞു 20% എന്നൊക്കെ. പ്രമാണം പഠിച്ച ആൾക്കാർ കുറച്ചേ ഉള്ളൂ. അവർ ഇതാണ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ മുമ്പാകെ അവരുടെ പ്രവാചകൻ്റെ മാതൃകയുണ്ട്. ആ മാതൃകയാണ് അവർ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അഭയാർത്ഥികളായിട്ട് അവിടെ ചെന്ന് ചേരുന്ന സ്ഥലത്ത് അവർ ആധിപത്യം സ്ഥാപിച്ച്, അതീശത്വം സ്ഥാപിച്ച് അവിടെയുള്ളവരെയൊക്കെ പുറത്താക്കാനോ അല്ലെങ്കിൽ അവരെ കീഴടക്കി ഭരിക്കാനോ ആണ് ശ്രമിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർവേയിൽ ചെന്ന അഭയാർത്ഥികൾ അവർ പറയുകയാണ്, നോർവേയിലെ ഈ പതാക, അതിൻ്റെ പതാകയിൽ കുരിശുണ്ട്. നമുക്കറിയാം നോർവേയുടെ ഫ്ലാഗ് കുരിശാണ്, അതിനകത്ത് കുരിശുണ്ടല്ലോ. ആ കുരിശ് നീക്കം ചെയ്യണം, കാരണം കുരിശ് ഞങ്ങൾക്കത് കാണുമ്പോൾ ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ ബ്രിട്ടനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ ശരിയാ സോണുകളുണ്ട്, ശരീഅത്തിൻ്റെ നിയമം പാലിക്കുന്ന സോണുകൾ. അവിടേക്ക് മറ്റ് ബ്രിട്ടീഷ് പോലീസിന് പോലും കടക്കാൻ പറ്റുകയില്ല. ബ്രിട്ടനിലുള്ള സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചാൽ അറിയാം, പോലീസ് പോലും അങ്ങോട്ട് കടക്കുകയില്ല. അവരുടെ ഏരിയ ആയിട്ട് അവരങ്ങ് വെച്ചിരിക്കണം. അവിടെ ശരീഅത്ത് നിയമമാണ്. ബ്രിട്ടൻ്റെ നിയമങ്ങളൊന്നും ആ മണ്ണിൽ ഇവരുടെ ആ ശരീഅത്ത് ഇതിരിക്കുന്ന ആ സോണിനകത്തേക്ക് ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. പിന്നെ സിനഗോഗുകൾ, അവിടെയുള്ള യഹൂദന്മാരെ സിനഗോഗുകൾ അത് ആക്രമിക്കപ്പെടുന്നു, യഹൂദന്മാർ തെരുവുകളിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, സ്ത്രീകളോട് നേരെ വരുന്ന ആക്രമണങ്ങൾ. പിന്നെ കുട്ടികളുടെ നേരെ, കുട്ടികളെന്ന് പറയുമ്പോൾ ആൺകുട്ടികളടക്കം ഇതിന് ബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ഥിതിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ മുമ്പാകെ ഒരു മാതൃകയുണ്ട്. അതാണ് ഈ പ്രശ്നം. ആ മാതൃക നമുക്കിനി മാറ്റാൻ പറ്റില്ല, കാരണം കഴിഞ്ഞു പോയതാണ്. നമുക്ക് മാനസാന്തരം വരുത്തണം നമുക്ക് പറയാം, പക്ഷെ എങ്ങനെ പറ്റും? കാരണം പ്രമാണം അതല്ലല്ലോ പറയുന്നത്. പ്രമാണം അനുസരിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ആ കുറച്ച് പേര് പോരാ. 20% എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. അതായത് 1,00,000 പേര് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20,000 പേരായി. 10,00,000 പേരുണ്ടെങ്കിൽ 2,00,000 പേരായി. 2,00,000 ആൾക്കാർ നമ്മുടെ ഇടയിൽ ഈ മെൻറ്റാലിറ്റി ആയിട്ട് ജീവിക്കുന്നെങ്കിൽ നമ്മളെങ്ങനെ തിരിച്ചറിയും? നമുക്കതൊരു ഭയങ്കര ഭീഷണി, ഒരു അപകടമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റേണ്ടതെന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ തന്നെ പോയി മാറ്റണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഇതിൻ്റെ മതപരമായ മാനമുണ്ട്. നമ്മൾ ഈ മതസൗഹാർദ്ദം പറഞ്ഞിരുന്നുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇന്ന് യൂറോപ്പിൽ മാത്രമല്ല ലോകം മുഴുവനും ഉള്ളത്. ഇത് തെറ്റാണ്. ഇത് പരിഷ്കൃത ലോകത്തിന് യോജിച്ചതല്ല എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കാൻ കഴിയും. അനില് പറഞ്ഞ കാര്യം ഞാൻ അക്ഷരം പ്രതി ശരിയാണെന്ന് സമ്മതിക്കുകയാണ്. പക്ഷെ അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള അഭയാർത്ഥി പാലായനത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആ രാജ്യങ്ങൾക്കൊക്കെ ഓരോ സംസ്കാരമുണ്ട്. ആ രാജ്യങ്ങൾക്കൊക്കെ എല്ലാ രാജ്യത്തും ഉള്ളതുപോലെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ രാജ്യങ്ങൾക്കും നമ്മുടെ രാജ്യത്തുള്ളതുപോലെ പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. അഭയാർത്ഥിയായിട്ട് വരുന്ന ആളുകൾ അത് ഏത് മതത്തിന്റെ ആണെന്ന് ഇരിക്കട്ടെ, ഏത് ഭാഷയുടെ ആണെന്ന് ഇരിക്കട്ടെ, ഏത് രാജ്യത്തിന്റെ ആണെന്ന് ഇരിക്കട്ടെ, ഏത് സംസ്കാരത്തിന്റെ ആണെന്ന് ഇരിക്കട്ടെ, അവരുടെ മതവും അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും അഭയം കിട്ടിയ രാജ്യത്തിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം നിഷ്ക്രിയത്വത്തോടും നിസ്സംഗതയോടും കൂടി അവർക്ക് നോക്കിക്കാണാൻ സാധിക്കും അഭയം നൽകിയവർക്ക്. ആ പ്രശ്നമാണ് ഇന്ന് അടിസ്ഥാനപരമായിട്ട് യൂറോപ്പിൽ അവിടുത്തെ ഇന്നത്തെ തലമുറ തെരുവിലിറങ്ങിപ്പോലും നേരിടേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. 3 തലങ്ങളിലാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഹൈ കമ്മീഷൻ ഫോർ റിഫ്യൂജിയസ് വളരെ കൃത്യമായിട്ട് 1950 അത് ആരംഭിച്ചതിന് ശേഷം വളരെ കൃത്യമായിട്ട് 3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അഭയാർത്ഥികൾ എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ അഭയാർത്ഥികളല്ല. ബഹുമാനപ്പെട്ട ഒരു വ്യക്തി അല്പം സൂചിപ്പിച്ച് 7 കോടിയോളം അഭയാർത്ഥികൾ ഉണ്ട് എന്നുള്ളത്. ആ കണക്കിൽ അല്പം വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അഭയാർത്ഥികളായിട്ടുള്ളവര് പൗരത്വമെടുത്ത് മാറിയിട്ടുള്ള ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. 3 തലത്തിലുള്ള അഭയാർത്ഥികൾ. അതിൽ ഒന്ന് വോളണ്ടറി റിപ്പാർട്ടിയേഷൻ, സ്വയമേ അവർക്ക് മടങ്ങിപ്പോകാം തങ്ങളുടെ രാജ്യത്തിലേക്ക്. യൂറോപ്പിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ താല്പര്യപ്പെടുന്നില്ല. രണ്ടാമത്തെ കാര്യം റീസെറ്റിൽമെന്റ് ആണ്. റീസെറ്റിൽമെന്റ് എങ്ങനെയാണ്? മടക്കം നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടക്കാതെ വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ
അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഐഡന്റിറ്റിയും അവിടുത്തെ ഭാഷയും വൊക്കേഷണൽ ട്രെയിനിങ്ങും ആ രാജ്യക്കാര് അവർക്ക് കൊടുത്ത് ആ സംസ്കാരത്തോടു കൂടി അവരെ ബന്ധപ്പെടുത്തി നിർത്തുന്ന ഭാഗമാണ് റീസെറ്റിൽമെന്റ്. മൂന്നാമത്തെ കാര്യം ഇന്റഗ്രേഷൻ ആണ്, ആ രാജ്യത്തിന്റെ ഭാഗമാകുക. ഈ മൂന്നാമത്തെ കാര്യത്തിലേക്കാണ് ഈ പറയുന്ന അഭയാർത്ഥികൾ അടുത്ത കാലങ്ങളിൽ എത്തിച്ചേർന്നവര് 2015 എത്തിച്ചേർന്നവർ ഇപ്പൊ എത്തി നിൽക്കുന്നതും ഭാഗമായിരിക്കുന്നതും. വന്ന വ്യത്യാസം എന്നാണ്, അന്നുവരെ ഒരു സമൂഹം തുടർന്നിരുന്ന കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം അട്ടിമറിക്കുക മാത്രമല്ല ഇല്ലായ്മ ചെയ്യുവാൻ കൂടി അഭയം കിട്ടിയവര് ശ്രമിച്ചതാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങള് വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കുന്നത്. അതിനൊരു തിരുത്തലുകൾ ഇന്നത്തെ തലമുറയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാലം മാറുകയാണ്. എല്ലാ കാലവും ജനങ്ങളെ പൊട്ടന്മാരും വിഡ്ഢികളുമാക്കിക്കൊണ്ട് ഇതുപോലുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്കും രാജ്യത്ത് നിലനിർത്താൻ സാധിക്കില്ല. ആ മാറ്റങ്ങൾ ഇന്നത്തെ തലമുറ കാതുകൊടുക്കുന്ന സാഹചര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ആ ചുരുങ്ങിയ കാലത്തിൽ വലിയ കഷ്ടതകളും നഷ്ടപ്പെടലുകളും ഈ സമൂഹത്തിന് നേരിട്ടുണ്ടെന്നാണ് യാഥാർത്ഥ്യം. ഞാൻ അവസരം തരാം. തിരിച്ചടുത്തിൽ അദ്ദേഹത്തെ സാറിലേക്ക് വരുന്നത്. ആധുനിക കാലഘട്ടത്തിലെ ഭീകര പ്രസ്ഥാനങ്ങളുടെ ആഗോള അജണ്ടയ്ക്ക് ലോകരാഷ്ട്രങ്ങളും ഇന്ത്യയും കേരളവും മാറരുത്. മതത്തിന്റെ ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ മാത്രം ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഇത് എഴുതിത്തള്ളാൻ സാധിക്കില്ല. ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. ഭീകര പ്രസ്ഥാനങ്ങള് സാക്ഷരതയുള്ള ദൈവത്തിന്റെ സ്വന്തം നാട്ടിലും സ്വാധീനം ചെലുത്തുന്നുള്ള കാര്യം വ്യക്തമായിട്ട് ആഗോള തലത്തിലുള്ള UN പോലെയുള്ള പ്രസ്ഥാനങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ട് പോലും നമ്മുടെ സ്വന്തം നാട്ടിൽ പോലും ഇപ്പൊ തെരുവിൽ പോലും അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? അതിന്റെ പേരിൽ അജണ്ടയുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. വ്യക്തമാണ്. അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ, മറുപടി എന്തെങ്കിലും? ഒരു വാക്ക് സംസാരിക്കാൻ പറയാനുള്ളത്, തീർച്ചയായും, അതായത് ഈ പ്രവാചക മാതൃകയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അടിസ്ഥാനപരമായി ചരിത്രത്തിൽ വന്നുകൊടുത്ത് ഒരു മിസ്റ്റേക്ക് അനിൽ പറഞ്ഞപ്പോൾ വന്നതുകൊണ്ട് അത് തിരുത്തേണ്ട കടമ എനിക്കുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഈ പറഞ്ഞ ഒരു കാരണവശാലും അവിടെ ഉള്ളവരെ, അവിടെ വന്നിരുന്നവരെ, അവർക്ക് അഭയം നൽകിയവരെ പുറത്താക്കിയിട്ടല്ല ഉണ്ടായിട്ടുള്ളത്. ഒരു ഭരണഘടന ഉണ്ടാക്കി. ലോകത്താദ്യം എഴുതിയ ഭരണഘടന ഉള്ളത്, ചരിത്രം അംഗീകരിച്ചിട്ടുള്ളത് മദീനയിലുള്ളതാണ്. അതിൽ എല്ലാ മതങ്ങൾക്കും ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അവകാശങ്ങൾ ചെയ്തുകൊണ്ടുള്ള വ്യവസ്ഥ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും പ്രവാചകൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ജാതിയുടെയോ മതത്തിൻ്റെ പേരിൽ വേർപാട് അനുവദിച്ചിട്ടില്ല, പ്രവാചകൻ അനുവദിച്ചിട്ടില്ല. ഒരു മതപരമായ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഭീകരവാദം ഏത് ഭാഗത്തുനിന്നുണ്ടായാലും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മനുഷ്യവർഗം ഒറ്റക്കെട്ടായി അത് കേരളത്തിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി, ഈജിപ്തിലായാലും ശരി, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ശരി, അത് അനിസ്ലാമികമാണ് എന്നുള്ള ആ പ്രബോധനം സമൂഹത്തിൽ നാം എത്തിക്കേണ്ടതാണ്. തീർച്ചയായും. നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുവാണ്. ഞാൻ ആദ്യമേ ശ്രീ ഡെന്നി ജോസഫിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ ചർച്ചയിൽ പൊതുവായിട്ട് ഉയർന്നു വന്ന ഒരാശങ്ക, അഭയാർത്ഥികളായിട്ട് ഒരു സ്ഥലത്ത് എത്തുകയും ദീർഘകാലം അവിടെ തന്നെ അഭയാർത്ഥികളായി ദീർഘകാലം അവിടെ തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ശ്രീ VC സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ ഇവിടെ പറഞ്ഞത്. അവർ തിരിച്ചു പോകുന്നില്ല എന്ന ഒരു ആശങ്കയും അവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, അഭയാർത്ഥികളുടെ ഭാവി എങ്ങനെയായിരിക്കും? ലോക രാഷ്ട്രങ്ങൾ അതിനെ ഏത് രീതിയിലായിരിക്കും ഇനിയുള്ള കാലത്ത് അഭയാർത്ഥി പ്രശ്നങ്ങളെ നേരിടാൻ പോകുന്നത്? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറയാം. അതായത് ലോകത്തെപ്പം അഭിമുഖീകരിക്കുന്ന 7 കോടി അഭയാർത്ഥികളുണ്ടെന്ന് പറയുന്നത് അതിൻ്റെ ഭൂരിഭാഗം കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന അഭയാർത്ഥികളാണ് കൂടുതലുള്ളത്. അല്ലാതെ നമുക്ക് കാണുന്ന ഈ അഭയാർത്ഥി പ്രവാഹം പണ്ട് ലോകത്തുണ്ടായിരുന്ന അത്രയും നടന്നിട്ടില്ല. ഇപ്പം ഞാനൊരു വാദത്തിന് വേണ്ടി പറയുന്നല്ല, നമ്മൾ ഒരു കാലത്ത് അഭയാർത്ഥികൾ എന്നുള്ള വേടിനേക്കാളും അധിനിവേശം കണ്ട ആൾക്കാരാണ്. നമ്മളെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് അടിമയായിട്ട് നമ്മളെ ഭരിച്ചു, നമ്മുടെ രാജ്യം കൊള്ളയടിച്ചു. ഇതുപോലെ തന്നെ ഓസ്ട്രേലിയയും US-ഉം ന്യൂസിലൻഡും ഒക്കെ ഒരു അവിടുത്തെ എത്നിക് ഗ്രൂപ്പിനെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് അവിടെ എല്ലാം കയ്യേറിയത്. അപ്പോൾ ലോക ചരിത്രത്തിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ പറയേണ്ട കാര്യമില്ല. പക്ഷേ എപ്പം എന്ത് പറഞ്ഞാലും ഇപ്പം യൂറോപ്പിൽ നടക്കുന്ന കാര്യം തികച്ചും അപലനീയമാണ്. അവിടെയുള്ള അങ്ങനത്തെ കാര്യങ്ങൾ നടക്കാൻ പാടില്ലാത്ത ആണ്, അത് മനുഷ്യത്വരഹിതമാണ്. കാരണം ഒരിക്കലും അഭയം കൊടുത്ത ആൾക്കാരെ നമ്മൾ തിരിച്ച് അവർക്ക് നേരെ തിരിയുന്നത് മോശമാണ്. പക്ഷേ ഒരു കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം,
നമ്മൾ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ട് എടശ്ശേരി പറഞ്ഞ പോലെ, എടശ്ശേരിയുടെ കവിതയുണ്ട് കുടിയിറക്കെന്ന് പറഞ്ഞ്, ആ കവിത എത്രയോ കാലങ്ങൾ മുമ്പ് എഴുതിയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഇന്ന് നമ്മളാണ് ഓരോ രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ. ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് ഇന്നിപ്പോൾ ഞാൻ പറയുന്നു. പക്ഷേ ഈ സാധനം കിട്ടുന്നതിന് മുമ്പ് 10-600 നാട്ടുരാജ്യങ്ങളിൽ ഒരു ഭാഗം മാത്രമായിരുന്നു കേരളം. കേരളം തന്നെ പല രാജ്യങ്ങളായിരുന്നു. അപ്പം രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ നമ്മൾ മനുഷ്യരാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഒരു രാജ്യമോ ലോകമോ ഒന്നും ആർക്കും ഒരാൾക്ക് സ്വന്തമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കിനിയുള്ള അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ലോകം നമ്മൾ വിഭാവനം ചെയ്യണം. കാരണം കാലാവസ്ഥ വ്യതിയാനം, സിറിയയിൽ ഇത്രയും വലിയ അഭയാർത്ഥി പ്രഭാവം ഉണ്ടാകാൻ കാരണം 2006 മുതൽ 2011 വരെ ഉണ്ടായിരുന്ന കൊടും വരൾച്ചയാണ് അത്രയും വലിയ ഒരു ആഭ്യന്തര പ്രശ്നമായി മാറിയത്. പക്ഷേ UN-ൻ്റെ കണക്കനുസരിച്ച് 2006 മുതൽ 2011 വരെ അവിടെ കൊടും വരൾച്ചയാണ്. അപ്പോൾ അവിടെ പട്ടിണിയുണ്ട്. അത് തന്നെയാണ് യമനിലും സംഭവിച്ച കാര്യം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയപരമായി കാണിക്കുന്ന, മതപരമായിട്ടുണ്ട്, പിന്നെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് അഭയാർത്ഥികളെ വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ, നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന. തീർച്ചയായും എൻ്റെ ചോദ്യം എന്താണ് ഭാവി, എന്താണ് അഭയാർത്ഥികളുടെ ഭാവി, ലോകരാഷ്ട്രങ്ങളുടെ സമീപനം? അതെ, ഞാൻ പറയുന്നത് ഇതേ ഉള്ളൂ. ഭാവി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇനി അഭയാർത്ഥികൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എല്ലാ രാജ്യങ്ങളും മുൻകൈ എടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്തൊരു ഭാവിയുള്ളൂ. വന്നുപോയ ആൾക്കാരെ, ഇപ്പം നമുക്കൊരു സ്ഥലത്തേക്ക് വന്ന ആൾക്കാരെ ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് അവരെ പുറത്താക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല. യൂറോപ്യൻസ് എന്ന് പറയുന്ന ഒരുപാട് ആതിഥേയ മര്യാദകളുണ്ട്. അവരെക്കുറിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ പറയുമെങ്കിലും അതിനേക്കാളും നല്ല കാര്യങ്ങൾ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാനുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ മനുഷ്യത്വപരമായ കാര്യമാണ് അവർ ആൾക്കാരെ സ്വീകരിച്ചത്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ലോകത്ത്, അതായത് UN റെഫ്യൂജി കൗൺസിൽ തന്നെ പുതിയ നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തി. അതായത് ഇപ്പോൾ ഉള്ള റെഫ്യൂജീസിന് ലോകത്ത് ഇതിന് നല്ല ഫണ്ടുണ്ട്. ആ ഫണ്ടൊക്കെ ഉപയോഗിച്ച് അതാത് രാജ്യങ്ങളിൽ തന്നെ നിർത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ യൂറോപ്പിലേക്ക് ആൾക്കാരെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അവരെ തന്നെ അവരുടെ രാജ്യത്ത് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിൽ അവർക്ക് ക്യാമ്പുകൾ നിർമ്മിച്ച് അവർക്കുള്ള ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും അങ്ങനെയുള്ള കാര്യങ്ങളും പാർപ്പിടവും എല്ലാം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ അഭയാർത്ഥി പ്രശ്നങ്ങൾ ഇന്ന് ആധുനിക ലോകം ഉണ്ടാവേണ്ട ആവശ്യമില്ല. വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ആശയം, ഒരു ചിന്തയാണ് ശ്രീ ഡെന്നി ഇവിടെ പങ്കുവച്ചത്. ഇനി ഞാൻ അവസാനമായിട്ട് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞാൻ ശ്രീ ബെന്നി ജോസഫിലേക്ക് വരികയാണ്. ഈ യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ധാരാളം അതിഥിതൊഴിലാളികൾ ഉള്ള കേരളം എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? ഷെക്കിന ടിവിയുടെ ഈ ബിഗ് ഡിബേറ്റ്, ഈ ചർച്ച സത്യത്തിൽ തങ്കലിപികളാൽ എഴുതി അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഒന്നാമത് നമ്മളിവിടെ സെബാസ്റ്റ്യൻ സാറും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പലരും ക്രിസ്ത്യവും മുസ്ലിമുമായിട്ട് പറയുമ്പോൾ എനിക്ക് ഇവരോടൊന്നും പറയാനില്ല. എനിക്ക് തലമുറയോട്, പുതിയ മക്കളോട് പറയാനുള്ളത്, പ്ലീസ് ഗോ ടു ഫാക്ട്സ് ആൻഡ് ട്രൂത്ത്. സത്യത്തിൻ്റെയും കണക്കുകളിലൂടെയും ഇനി യാത്ര ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഘോരഘോര പ്രസംഗങ്ങളല്ല വേണ്ട, ഘോരഘോര ന്യായീകരണങ്ങളല്ല വേണ്ടത്. ഞാനൊരു സംഖ്യയല്ല, ഞാൻ ഒരു ജാതിയിലുമല്ല, സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു വ്യക്താവാണ്. നമ്മൾക്ക് യൂറോപ്പിലോട്ടും അമേരിക്കയിലോട്ടും ഗൾഫ് കൺട്രീസിലോട്ടും ഒന്നും നമുക്ക് പോകണ്ട. ഇന്ത്യയിലും കേരളത്തിലും നിന്ന് ഞാൻ സംസാരിക്കാം. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് മുസ്ലിം സഹോദരന്മാരും എൻ്റെ ക്രിസ്തീയ സഭകളും എന്തെല്ലാം നേടി എന്ന് സ്വയം വിലയിരുത്തണം. എത്ര പള്ളികൾ വന്നു, എത്ര പള്ളിക്കൂടങ്ങൾ വന്നു, എത്ര ആശുപത്രികൾ വന്നു, എത്ര മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു, സ്കൂളുകൾ വന്നു, ആശുപത്രികൾ വന്നു ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ. എന്നാൽ ഹിന്ദു രാഷ്ട്രമായ ഒരു ജാതിയല്ല ഹിന്ദു, ഒരു സംസ്കാരമാണെന്ന് പറയുന്ന ഹിന്ദുക്കൾ എത്രത്തോളം വളർന്നു. ഇവിടെ വേണ്ടത് മതത്തിന് മേലെ മനുഷ്യത്വം കൊണ്ടുവരാതെ മനുഷ്യത്വത്തിൻ്റെ മേളിൽ മതം കൊണ്ടുവന്നാൽ അത് ഭയങ്കര വിപ്ലവമായിരിക്കും. എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ, ഞാനും 60 കഴിഞ്ഞ ഒരാളാണ്. പാലാക്കാരൻ ക്രിസ്ത്യാനി, കാഞ്ഞിരപ്പള്ളി ക്രിസ്ത്യാനി, പെരുമ്പാവൂർ മുഴുവൻ മുസൽമാൻ, ഈരാട്ടുപേട്ടയിൽ മുഴുവൻ മുസൽമാൻ. ഇപ്പോഴും നമ്മൾ മുസ്ലിമും ക്രിസ്ത്യാനിയെയും ഹിന്ദുക്കളെയും കോളനികളായി സ്ഥലത്തിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇതുപോലെ ചാനലിൽ വന്നൊന്ന് ചർച്ച ചെയ്യുക, ജീവിതത്തിൽ വേറൊന്ന് കൊണ്ടുപോവുക, മതഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ വേറൊന്ന് പറയുക. എനിക്ക് പുതിയ മക്കളോട്, എൻ്റെ മക്കളടക്കം എനിക്ക് പറയാനുള്ളത്, ക്രിസ്തുവും നബിയും രാമനും കൃഷ്ണനും ഒന്നും തന്നെ നമ്മളോട് ഇങ്ങനെ തമ്മിത്തല്ലി എല്ലാം പിടിച്ചെടുത്ത് ജീവിക്കാൻ പറഞ്ഞിട്ടില്ല. ചില സ്ഥലത്തൊക്കെ കോടതിയിൽ വ്യാഖ്യാനിക്കണ പോലെ ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ സാഹോദര്യം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ നമ്മൾ ബംഗാളി എന്ന് വിളിക്കുന്ന ബംഗാൾ സ്വദേശികളായ ഇന്ത്യക്കാരല്ലെന്ന് ഞാൻ തർപ്പിച്ച് പറയുന്നു. ഇവിടെ ഗവൺമെൻറ് മിഷനറികളുണ്ട്, ഇവിടെ ഗവൺമെൻറ്റിന് സംവിധാനങ്ങളുണ്ട്.
ട്രൂത്ത് ആൻഡ് ഫാക്ട്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സത്യവും കണക്കും ഉടനെ തന്നെ എടുക്കണം. നമ്മൾ കേരളത്തിൽ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും, ഏത് ഷോപ്പിംഗ് മാളിൽ പോയാലും, ഏത് സിനിമാ തിയേറ്ററിൽ പോയാലും, ഏത് ആശുപത്രിയിൽ പോയാലും ഏത് സമൂഹമാണ് കൂടുതൽ എന്ന് ആലോചിക്കണം. നമ്മൾ ന്യൂനപക്ഷം എന്നൊക്കെ പറയും. ലിസി ഹോസ്പിറ്റലിൽ പോയാലും, ലേക്ക് ഷോറിൽ പോയാലും, ആസ്റ്ററിൽ പോയാലും ഏറ്റവും കൂടുതൽ ഏത് മതമാണെന്ന് ചിന്തിക്കണം. ഏത് ഷോപ്പിംഗ് മാളിൽ പോയാലും ഏത് മതമാണെന്ന് ചിന്തിക്കണം. ഏത് സ്വർണ്ണക്കള്ളക്കടത്തും ഏത് തല്ലിക്കൊല്ലലും വരുമ്പോൾ ഏത് സഭയാണ് അല്ലെങ്കിൽ ഏത് മതമാണെന്ന് തീരുമാനിക്കണം. എന്നിട്ട് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, അവരവരുടെ മത നേതാക്കന്മാർ, അവരവരുടെ മത നേതൃത്വവും രാഷ്ട്രീയ നേതാക്കന്മാർ പറയും, എടാ നമ്മുടെ പേര് ചീത്തേക്കല്ലേ. ചിലർ പറയൂലേ അപ്പൻ്റെ പേര് ചീത്തേക്കല്ലേ എന്ന്. എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, മതഗ്രന്ഥങ്ങൾ കൃത്യമായി പഠിച്ച് വിശകലനം ചെയ്ത് നന്മയുള്ളത് എടുത്ത് ഹൃദയത്തിൽ വെക്കാതെ തൊപ്പിയിട്ട് വെള്ളിയാഴ്ച അവിടെ പോയി കുരിശ് വരച്ച് പ്രദക്ഷിണം നടത്തിയും അമ്പലത്തിൽ വെടിക്കെട്ട് നടത്തിയിട്ട് പിന്നെ ബോംബ് വെക്കാൻ പോകുന്ന ആ മതം, ഞാൻ വീണ്ടും പറയാണ്, മതം പൊട്ടലാവരുതെന്ന് പച്ചക്ക് പറയുകയാണ്. പ്ലീസ്, തലമുറയ്ക്ക് വേണ്ടി ഈ ചർച്ച സൂക്ഷിച്ചു വെക്കണം. ആരെങ്കിലും പറഞ്ഞ വേണ്ടാതീനോ അല്ല എടുക്കേണ്ട, ട്രൂത്ത് ആൻഡ് ഫാക്ട്സ്. അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാന് ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് ബഹുമാനപ്പെട്ട ബെന്നി പറഞ്ഞ ആ ആശയത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇതുപോലുള്ള ധന്യമായ അവസരങ്ങൾ, പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുക്കുന്ന വളരെ ചിന്താശീലരായ സംസ്കാര സമ്പന്നരായ ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ആഹ്വാനങ്ങളൊക്കെ ഭാവി തലമുറയ്ക്ക് ആശ്വാസമാണ്. ബഹുമാനപ്പെട്ട ഡെന്നി ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ നമുക്ക് നിരാശരാകേണ്ട കാര്യമില്ല. നാം അവസരോചിതമായി ഉണർന്നാൽ നമുക്ക് ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയും. ഈ അഭയാർത്ഥി പ്രവാഹങ്ങൾ പലതരത്തിൽ നമുക്ക് തടയാൻ കഴിയും, കുറയ്ക്കാൻ കഴിയും. ഇത് മനുഷ്യ ചരിത്രത്തിലെ സാധാരണ സംഭവമായി മാത്രം കണ്ടാൽ മതി. അതിന് സർവശക്തനായ ദൈവം ഈ ലോക സമാധാനം ഉണ്ടാകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, ഏറ്റവും ഒടുവിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാം. എന്റെ നിലപാട് പ്രധാനമായിട്ടും 2 ഡിക്ലറേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എനിക്ക് പറയാനുള്ളത്. അതൊന്ന്, 2016 ന്യൂയോർക്ക് ഡിക്ലറേഷൻ ഓഫ് റിഫ്യൂജീസ് ആൻഡ് മൈഗ്രേഷൻ. 193 രാജ്യങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കിയ ഡിക്ലറേഷനിലെ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ടവർക്ക് സംരക്ഷണം ഉണ്ടാകുക. 2, അഭയം കൊടുക്കുന്നവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 3, ഇതിനെ രാജ്യാന്തര ഉത്തരവാദിത്തമായിട്ട് ഇതിനെ കാണുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2018 ഡിസംബർ 17 UN അസംബ്ലിയിൽ വന്നിട്ടുള്ള ഡിക്ലറേഷനും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഭയാർത്ഥിക്കും അഭയം നൽകുന്നവർക്കും നേട്ടവും സംരക്ഷണവും നൽകുന്ന ഇന്റർനാഷണൽ നെറ്റ്വർക്കിന് രൂപം നൽകുവാൻ ലോക രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ആശയവും നമുക്ക് ഭാവിയിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു. വളരെ വളരെ വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ ചർച്ച അവസാനിപ്പിക്കുന്നത് ശ്രീ അനിൽ അയ്യപ്പനിലേക്കാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ പങ്കുവച്ച ആശങ്കകളൊക്കെ സംഘടിതമായ അഭയാർത്ഥികൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുള്ള ആശങ്കയാണ് ഈ ചർച്ചയിൽ ഉടനീളം താങ്കൾ പങ്കുവച്ചത്. ഇതിന് എന്ത് പ്രതിവിധി താങ്കൾക്ക് നിർദ്ദേശിക്കാനുണ്ട്? ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ മറുപടി പറയാം. ഈ ഒരു ബിഗ് ഡിബേറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ അഭയാർത്ഥികൾ എന്നുള്ള ഈ വിഷയം, അല്ലെങ്കിൽ അഭയാർത്ഥികൾ അനുഭവിക്കുന്ന അഭയാർത്ഥികൾ കൊണ്ട് മറ്റുള്ളവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടേതായ ഈ വിഷയങ്ങൾ, ഇത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇപ്പോൾ മാത്രമല്ല ഭാവി തലമുറയ്ക്കും ഇതൊരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇത് വളരെയധികം ഇപ്പോൾ മാത്രമല്ല മുന്നോട്ട് നോക്കി കഴിയുമ്പോൾ സംസ്കാരങ്ങളുടെ സംഘട്ടനം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ തന്നെ ഇത് പോകും. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് എനിക്കും ഇനിയും പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഈ മതപരമായിട്ടുള്ള മാനം, ഇത് പറയുമ്പോൾ വർഗീയവാദിയായിട്ട് മുദ്ര കുത്തിയോണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന പലരും കണ്ടേക്കാം. പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇതിനകത്ത് മതപരമായിട്ടുള്ള മാനമുണ്ട്. ആ മാനത്തെ അവഗണിച്ചുകൊണ്ട്, അതിനെ നിഷേധിച്ചുകൊണ്ട് നമുക്കൊന്നും ഈ കാര്യത്തെ, അതിനെ നേരെ കണ്ണടച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അതായത് മതത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയത്തുകൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതായി എടുക്കുകയല്ല, ടോട്ടാലിറ്റി നോക്കുമ്പോൾ പിന്നീട് ഒരു കാര്യവും ഇല്ലാതെയാണ് മദീനയിലെ യഹൂദ ഗോത്രങ്ങളൊക്കെ ആക്രമിക്കപ്പെടുകയും അവർ നിഷ്കാസരാകുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു മാതൃകയാണ് ഇവരുടെയൊക്കെ മുമ്പാകെ ഉള്ളത്.
അഭയാർത്ഥികൾക്ക് ലോകത്തിൻ്റെ പരിഗണന ആവശ്യമാണ്. അവർക്ക് കരുതൽ കൊടുക്കണം, സ്നേഹം കൊടുക്കണം, അവർക്ക് കാരുണ്യം കൊടുക്കണം. ആ ഒരു സംസ്കാരം ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ വർഷങ്ങളായിട്ട് ചേരുന്ന ഒരു നന്മ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചർച്ചയിൽ ആശങ്കപ്പെട്ടതുപോലെ സംഘടിതമായി അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ലോക സമാധാനത്തിന് ഭീഷണിയാണ്. അതിൽ മതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഇടപെടലുണ്ടെങ്കിൽ ആ സംവിധാനങ്ങൾ അത് തിരുത്തേണ്ടത് ലോക സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. കരുതലുള്ള, കൃത്യതയുള്ള ഒരു നവലോകം സൃഷ്ടിക്കപ്പെടുവാൻ എല്ലാ വിഭാഗങ്ങളും കൂട്ടി ഇണക്കിയുള്ള ഒരു ചർച്ചകൾക്കാണ് വഴി തുറക്കപ്പെടേണ്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ, ശ്രീ ഡെന്നി തോമസ് വട്ടക്കുന്നേൽ, ശ്രീ അനിൽകുമാർ V അയ്യപ്പൻ, ശ്രീ ബെന്നി ജോസഫ്, 5 പേർക്കും നന്ദി.